മലയാളം ടോക്സിലേക്ക് ഏവർക്ക് ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ BFO എക്സാമിന്റെ അതായത് 172/2025 ചോദ്യപേപ്പറായിട്ട് ഇപ്പൊ PSC നടത്തിയിട്ടുണ്ടായിരുന്ന BFO എക്സാമിന്റെ ചോദ്യപേപ്പറിലെ മലയാളം, കല, സാഹിത്യം, സാംസ്കാരികം, കായിക മേഖല എന്നീ മേഖലകളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങളും ചർച്ച ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു സെക്ഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പരീക്ഷയിൽ അതായത് ഇപ്പൊ കഴിഞ്ഞ BFO പരീക്ഷയിൽ ഏറ്റവും വലിയൊരു എന്താണ് ഭാഗം തന്നെയായിരുന്നു ഈ പറഞ്ഞ മലയാളവും കലയും സാഹിത്യവും സാംസ്കാരികവും കായികവും ഒക്കെ തന്നെ. അതിനകത്തുനിന്ന് വന്ന ചോദ്യങ്ങൾ പലതും കുട്ടികളെ ബുദ്ധിമുട്ടിച്ചു എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും എവിടെ നിന്നാണ് വന്നതെന്നും PSC എന്ത് ധാരണയോടുകൂടെയാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്നും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റ് മുഖവുരകളൊന്നും തന്നെ ഇല്ല. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഭാഗത്തുനിന്ന് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും വളരെ മികച്ച ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ചില ചോദ്യങ്ങൾ കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ പറ്റിയില്ല എന്ന ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായതെന്നും ആ ചോദ്യങ്ങളെ കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകുന്ന നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറഞ്ഞു പോകാം. ഞാനിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യ ഭാഗത്ത് വന്നത് ഒരു കറണ്ട് അഫയറിൽ നിന്നുള്ള ചോദ്യമാണ്. കറണ്ട് അഫയറുമായിട്ട് കണക്ട് ചെയ്ത് സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. അത് 2025 വയലാർ സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ ഞാൻ എന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് വയലാർ അവാർഡിനെ കുറിച്ച്. ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, ഒരു അവാർഡ് കേരള PSC ചോദിക്കണം എന്ന ചിന്തയിലേക്ക് വരുന്ന സമയത്ത് PSC ആദ്യം പോകുന്നത് ഒന്നുകിൽ വയലാർ അവാർഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിലേക്കായിരിക്കും. അത് രണ്ടും കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഓടക്കുഴൽ അവാർഡിലേക്ക്. ഇത് കഴിഞ്ഞേ മറ്റൊരു അവാർഡിനെ കുറിച്ച് PSC ചിന്തിക്കുകയുള്ളൂ. അപ്പോ ഉറപ്പായും പൂർണ്ണമായും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ ക്ലാസ്സുകൾക്കകത്ത് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണ് 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന്റെ ജേതാവ്. ഓപ്ഷനിൽ സന്തോഷ് കുമാറും അശോകൻ ചെരുവിലും ബെന്യാമിനും സുഭാഷ് ചന്ദ്രനും ഒക്കെ തന്നെയുണ്ട്. അവിടെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുകയാണ്. അവിടെ നമുക്കറിയാം അത് സന്തോഷ് കുമാറാണ്. കൃതി തപോമയിയുടെ അച്ഛനാണ്. കൃതി ഏതാണ്? തപോമയിയുടെ അച്ഛൻ. കൃതി ഏതാ? തപോമയിയുടെ അച്ഛൻ. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ചോദ്യം വന്ന രീതിയാണ്, അല്ലെ? അതായത് സാഹിത്യ മേഖലയിൽ നിന്നുള്ള ഒരു ചോദ്യം ഉൾപ്പെടുത്തുകയും വേണം, അതുപോലെ തന്നെ എന്തും ഉൾപ്പെടുത്തണം, കറണ്ട് അഫയറിൽ നിന്നൊരു ചോദ്യവുമാകാം, അല്ലെ? ഇപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. തപോമയിയുടെ അച്ഛൻ അത് സന്തോഷ് കുമാറിന്റെ ഏറ്റവും മികച്ച വർക്കുകളൊന്നാണ്. ആ കൃതിക്കാണ് 2025 വയലാർ അവാർഡ് കിട്ടുന്നത്. നമുക്കറിയാം വയലാർ അവാർഡിന്റെ ചരിത്രം വ്യക്തമായി തന്നെ നമുക്ക് അറിയുന്നതാണ്. വയലാർ അവാർഡും അതിന്റെ ചരിത്രവും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തുന്നത്. 1977 മരണപ്പെട്ട വയലാർ രാമവർമ്മ എന്ന മലയാളത്തിന്റെ ഇതിഹാസ കവിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമായിരുന്നു ഈ പറയുന്ന വയലാർ അവാർഡ്. മുൻകാലങ്ങളിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരമായി PSC ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോഴും അതിന് ഒരു മാറ്റവുമില്ല. PSC പ്രോപ്പറായിട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം 1977 വയലാർ അവാർഡ് നേടിയത്, 1977 വയലാർ പുരസ്കാരം നേടിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക, അല്ലെ? ലളിതാംബിക അന്തർജനം. ലളിതാംബികയുടെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചത്? വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ വയലാർ അവാർഡ് എന്ന് പറയുന്നത്, ലളിതാംബികയുടെ അഗ്നിസാക്ഷി എന്ന കൃതി. അത് കഴിഞ്ഞ് 1978 രണ്ടാമത്തെ പുരസ്കാരം അത് പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ, അല്ലെ? ഇനി ഞാൻ ഉറങ്ങട്ടെ, ഓക്കെ, എന്ന കൃതിക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞ് യന്ത്രവും മറ്റു കൃതികളും ഒക്കെ തന്നെ വരുന്നു. അപ്പോ എന്റെ പോയിന്റ് ഇതാണ്, വയലാർ അവാർഡ് സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ നമുക്കൊരു കാര്യം അറിയണം, ഈ അശോകൻ ചെരുവിലിന്, അല്ലെ? അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് എന്നുള്ളത്. അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അപ്പൊ ചോദ്യം ഒന്നുകൂടെ, അശോകൻ ചെരുവിലിന് ഏത് കൃതിക്കായിരുന്നു വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം അശോകൻ ചെരുവിലിന്റെ വയലാർ അവാർഡ് നേടിയ കൃതിയായിരുന്നു കാട്ടൂർ കടവ്. അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാ? കാട്ടൂർ കടവ്. ഓക്കെ അല്ലെ? കാട്ടൂർ കടവ്. അപ്പൊ അതില് KD എന്നീ കഥാപാത്രമാകുന്ന കെയും ഡിയും കഥാപാത്രമാകുന്ന നോവൽ കൂടിയായിരുന്നു കാട്ടൂർ കടവ്. കെയും ഡിയും നമ്മുടെ KDN കമ്പനി ഓർത്തു വെച്ചാൽ മതി. KDN കമ്പനി ഓർമ്മയില്ലേ?
KDN കമ്പനി അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ കെയും ഡിയും കഥാപാത്രമാകുന്ന കാട്ടൂർ കടവ് അശോകൻ ചെരുവിന്റേതാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ബെന്യാമിനെ കുറിച്ച് സുഭാഷ് ചന്ദ്രനെ കുറിച്ചൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോ ഞാൻ മുന്നോട്ട് വരുന്നു. അവിടെ പ്രധാനമായിട്ടും ഈ അടുത്തൊക്കെ വന്ന ചില പുരസ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യം അറിയേണ്ടതാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം. ഞാൻ കൃത്യം എക്സാമിന് അടുപ്പിച്ച് തന്നെ നമ്മൾ പുരസ്കാരങ്ങൾ 2025 പ്രധാന പുരസ്കാരങ്ങൾ എന്നൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വയലാർ അവാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ പുരസ്കാരവും നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വയലാർ അവാർഡ് അതിന് മുമ്പ് പല ക്ലാസ്സുകളും സൂചിപ്പിച്ചതുകൊണ്ടാണ് വയലാർ അവാർഡ് ഞാൻ ആ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താത്തത്. ഞാൻ ആ ക്ലാസ്സിന്റെ ഇടയിൽ വ്യക്തമായി പറയുന്നുണ്ട് വയലാർ അവാർഡ് പൂർണ്ണമായും പഠിക്കണമെന്നുള്ളത്. അപ്പൊ മറ്റ് അവാർഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കാണുക. പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് അതിന്റെ അകത്തുണ്ട്, അത് നിങ്ങൾ കാണുക. ഇനി 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? കവി KG ശങ്കരപിള്ളയാണ്. കവി KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള നമുക്ക് ഇവിടെ കാണാം. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് ഒരു കൃതിക്കല്ല, പ്രോപ്പർ ഒരു കൃതിക്കല്ല, പകരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഓർത്തു വെക്കുക, KG ശങ്കരപിള്ള മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരിൽ ഒരാൾ തന്നെയാണ്, സംശയം വേണ്ട. അപ്പൊ അദ്ദേഹത്തിനാണ് എന്ത് ലഭിച്ചത്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. NS മാധവൻ. സത്യത്തിൽ NS മാധവൻ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന രണ്ട് കൃതികളാണ്. ഒന്ന് ഹിഗ്ഗിറ്റ, അതായത് സ്കോർപിയൻ കിക്കിന്റെ രാജാവായ കൊളംബിയൻ ഗോൾ കീപ്പർ ആയിരുന്ന റെനെ ഹിഗ്ഗിറ്റയുടെ കഥ. അതുപോലെ തന്നെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. അപ്പോ ഈ രണ്ട് കൃതികളും ആരെ കുറിച്ച് മസ്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം? NS മാധവനെ കുറിച്ച് അറിഞ്ഞു വെച്ചേ പറ്റും. ഓക്കെ അല്ലടാ? ഇനി 2023 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് M മുകുന്ദനായിരുന്നു. 2023 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് നമുക്കറിയാം, മരിച്ചുപോയ തകഴി ശിവശങ്കരപിള്ളയുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം. ഇത് ലഭിച്ചത് M മുകുന്ദനാണ്. നമുക്കറിയാം തകഴി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ തകഴിയിലാണ്. M മുകുന്ദനാണ് ഈ പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നത്. മുകുന്ദനെ കുറിച്ച് പറയുന്ന സമയത്ത് മയ്യഴിയുടെ കഥാകാരൻ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. കാരണം ഏവർക്കും പരിചിതമായ ഒരു വിശേഷം അത് തന്നെയാണ്, മയ്യഴിയുടെ കഥാകാരൻ അല്ലെ? സ്വന്തമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ട എഴുത്തുകാരനാണ് മലയാളത്തിൽ M മുകുന്ദൻ. സോ ഇത് ഓർത്തു വയ്ക്കുക, M മുകുന്ദൻ അത്രമേൽ പ്രധാനമായ ഒരു പേരാണ്. ഓക്കെ, M മുകുന്ദന്റെ ഒരുപാട് കൃതികൾ, ഡൽഹി ഗാഥകളാവട്ടെ, അല്ലെങ്കിൽ ഈ അടുത്ത് വന്ന നിങ്ങൾ എന്ന കഥ, നിങ്ങൾ എന്ന നോവല് ഒക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കൃതികളാണ്. അത് ഓർത്തു വെച്ചിരിക്കുക. കേശവന്റെ വിലാപം ഉൾപ്പെടെ. ഓക്കെ, ഇനി 2024 MK സാനു ആണ്. 2024 ആരാടാ? MK സാനു മാഷാണ്. MK സാനു ആണ് അല്ലെ? MK സാനു. അപ്പോ സാനു മാഷിന്റെ നിര്യാണവും അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ആ ഒരു ഗ്യാപ്പിൽ PSC ഒരുപാട് തവണ സാനു മാഷിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങൾ സ്നേഹഭാചനം എന്ന പുസ്തകം എഴുതിയത് MK സാനു ആണ്. ഒന്നുകൂടെ, ചങ്ങമ്പുഴ നക്ഷത്രങ്ങൾ സ്നേഹഭാചനം എന്ന പുസ്തകം എഴുതിയത് ആരാ? MK സാനു ആണ്. എന്നാൽ ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങൾ സ്നേഹഭാചനം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ജോസ് മുണ്ടശ്ശേരിയാണ്. ഒന്നുകൂടെ, ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങൾ സ്നേഹഭാചനം എന്ന് വിശേഷിപ്പിച്ചത് ജോസ് മുണ്ടശ്ശേരി. ബുക്ക് എഴുതിയത് ആരാ? MK സാനു ആണ്. ഓർത്തു വയ്ക്കുക. ഇതിന് 2024 ഓണക്കുഴൽ അവാർഡ് അത് K അരവിന്ദാക്ഷനാണ്. കൃതി ഗോപയാണ്. 2024 ഓണക്കുഴൽ അവാർഡ് പുരസ്കാരം ആർക്കാണ്? ഓണക്കുഴൽ അവാർഡ് ആർക്കാണ്? ഗോപയ്ക്കാണ്. ഗോപ അല്ലെ? സിദ്ധാർത്ഥനും യശോധരയും കഥാപാത്രമാകുന്ന നോവലാണ് ഗോപ. ക്ലിയർ അല്ലടാ? ഇനി 2023 വരുമ്പോൾ 2023 ആരാണ്? 2023 PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. 2023 PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ്. ഇനി 2022 2022 അത് അംബികാസുധൻ മങ്ങാടായിരുന്നു അല്ലെ? അംബികാസുധൻ മങ്ങാട്. കൃതി ഏതാ? പ്രാണവായു. കൃതി ഏതാണ്? പ്രാണവായു. വരുൺ അനീഷ എന്നിവർ കഥാപാത്രമാകുന്ന കൃതി കൂടെയാണ് പ്രാണവായു. ഓക്കെ അല്ലെ? വരുണും അനീഷയും കഥാപാത്രമാകുന്ന പ്രാണവായുവിന്റെ കഥ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഭാഗത്തെ കുറിച്ചൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പുരസ്കാരങ്ങൾ എന്നൊരു സെക്ഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മക്കളെ ക്ലിയർ അല്ലേ? അപ്പൊ ഓണക്കുഴൽ അവാർഡ് സെറ്റിലുള്ള മുന്നോട്ട് പോകുന്നു. ഇനി 21 ആരായിരുന്നു? സാറാ ജോസഫിന്റെ ബുധിനി. സോ പഠിച്ചോണേ. ഇനി നോക്കിയേ, 2024 JCB പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്കാണ് കിട്ടിയത്. 2024
എന്ത് പുരസ്കാരം JCB പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജി. അവിടെ JCB പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് JCB പുരസ്കാരം എന്ത് ചെയ്യാൻ പോവാണ്? നിർത്തലാക്കാൻ പോവാണ് അല്ലെ? നിർത്തലാക്കാൻ പോകുന്നൊന്നുമല്ല, നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് കൊടുക്കോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. നിലവിൽ ഇതുവരെ അതിന്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പും വന്നിട്ടില്ല. നമുക്ക് നോക്കാം. ആ ബുക്ക് അതായത് ഏത് കൃതിക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോറൻസോ സർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്നതാണ്. ലോറൻസോ സർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ഇതായിരുന്നു കൃതി. ഇനി 2023 വിജയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു സന്തോഷം കൂടെ നൽകുന്ന ഒരു പേരാണ്, പെരുമാൾ മുരുകൻ അല്ലെ? പെരുമാൾ മുരുകൻ അദ്ദേഹത്തിന്റെ ആനന്ദപ്പച്ചി അഥവാ ഫയർബേഡ്, ആനന്ദപ്പച്ചി അഥവാ ഫയർബേഡ് എന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? പുരസ്കാരം ലഭിക്കുന്നത്. ഒന്നുകൂടെ, പെരുമാൾ മുരുകന്റെ ആനന്ദപ്പച്ചി അഥവാ ഫയർബേഡ് എന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന JCB പുരസ്കാരം കിട്ടുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന പ്രൈസ് എമൗണ്ട് ഉള്ള സാഹിത്യ പുരസ്കാരമാണ് ഏതാ? ഈ പറയുന്ന JCB അവാർഡ്. സോ അത് നല്ലൊരു പോയിന്റ് ആണ്, ഓർത്തു വെക്കുക. ഇനി 2023 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്കാണ്. ക്ലിയർ അല്ലടാ? പോൾ സക്കറിയ. സക്കറിയ എന്നറിയപ്പെടുന്ന പോൾ സക്കറിയ, സക്കറിയ. ഓക്കെ അല്ലെ? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സക്കറിയയ്ക്കാണ്. എന്നാൽ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഓർക്കാം, സാറാ ജോസഫിന്. 2024 സാറാ ജോസഫ്. ഇനി 2024 ഹരിവരാസനം അവാർഡ് വീരമണിദാസനാണ്. 2024 ഹരിവരാസന പുരസ്കാരം ആർക്കാം? വീരമണിദാസനാണ്. എന്നാൽ 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. നമുക്കറിയാം PSCക്ക് ഒരു പ്രത്യേകതയുണ്ട്. PSC ഒരിക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യപേപ്പർ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ വിവരങ്ങൾ വരുന്ന പല ചോദ്യപേപ്പറുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഓരോ ചോദ്യങ്ങളും പറയുമ്പോഴും അതിന്റെ അനുബന്ധ വിവരങ്ങളായി ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2024 പുരസ്കാരം ആർക്കാണ്? വീരമണിദാസനാണ്. 2025 ആർക്കാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക്. ഇതിനകത്ത് നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചതായിട്ട് കുട്ടികൾ പറഞ്ഞൊരു ചോദ്യമാണ്, P സച്ചിദാനന്ദന്റെ ഏത് നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത് എന്നുള്ളത്. സച്ചിദാനന്ദന്റെ ഏത് നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? സത്യത്തിൽ അത്യാവശ്യം നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോലും ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട്, P സച്ചിദാനന്ദന്റെ തന്നെയാണ് ഈ നാല് നോവലുകളും. മരണ സർട്ടിഫിക്കറ്റ്, ജൈവമനുഷ്യൻ, ഉത്തരായനം, ആൾക്കൂട്ടം. ഏതൊക്കെയാണ്? മരണ സർട്ടിഫിക്കറ്റ്, ജൈവമനുഷ്യൻ, ഉത്തരായനം, ആൾക്കൂട്ടം. ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഈ കൃതികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കൃതികളൊക്കെ തന്നെ അദ്ദേഹം അതിന്റെ മുഖചിത്രമായി പലപ്പോഴും കൊടുക്കുന്നത് അദ്ദേഹം തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ രൂപമാണ്. അതായത് അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, അതൊരു ശില്പിയുമാണ്. അത് നിങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു ശില്പി കൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശില്പങ്ങളുടെ ചിത്രം തന്നെയാണ് അദ്ദേഹം പലപ്പോഴും ഈ ഒരു നോവലുകളുടെ കവർ പേജ് ആയിട്ട്, മുഖചിത്രമായിട്ട് പലപ്പോഴും കൊടുത്തു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്ത ഒരു ഡയറക്റ്റ് ചോദ്യം വരുന്ന സമയത്ത് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത് മരണ സർട്ടിഫിക്കറ്റ് ആണ്. മരണ സർട്ടിഫിക്കറ്റ് എന്തില്ല? കഥാപാത്രങ്ങൾക്ക് പേര് പൂർണ്ണമായും ഒട്ടും തന്നെ നൽകിയിട്ടില്ല. ഒട്ടും തന്നെ ആർക്കില്ല? കഥാപാത്രങ്ങൾക്ക് പേര് നൽകിയിട്ടില്ല. ഇനി ബാക്കിയുള്ള കൃതികളുടെ പ്രത്യേകതയും അതുപോലെ തന്നെയാണ്. അതിനകത്ത് എല്ലാത്തിലും കഥാപാത്രങ്ങൾക്ക് പേരൊന്നും നൽകിയിട്ടൊന്നുമില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആനന്ദിന്റെ രചനാ രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആനന്ദ് ഈ പറയും പോലെ തന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് എഴുതിയ ഒരു മനുഷ്യനല്ല. അത് ആനന്ദിനോടുള്ള ഏറ്റവും വലിയൊരു ബഹുമാനവും സ്നേഹവും അത് തന്നെയാണ് നമുക്ക്, അല്ലെ? ആനന്ദ് എഴുതാൻ വേണ്ടി എഴുതിയൊരു മനുഷ്യനാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമ്മളോട്, സമകാലിക ജീവിതത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇനി ഈ കൂട്ടത്തിൽ വന്ന മറ്റൊരു ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് പ്രസ്ഥാനവുമായി കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്ന ഏതാണ്? അതിൽ തരംഗിണിയുണ്ട്, നദോന്നതയുണ്ട്, മന്ദാക്രാന്തയുണ്ട്, കേകയുണ്ട്. ഏതാണ് ഉത്തരം എന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് വരുന്നു. നമുക്കറിയാം കേകയാണ്. കേക, അല്ലെ? അതായത് കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്ന ഏതാണ്? കേകയാണ്. കിളിപ്പാട്ട് വൃത്തം കേകയാണ്. കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കി വെക്കുന്നു. അതിൽ ഒന്ന് ഗാഥാവൃത്തമാണ്, അല്ലെ? ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് മഞ്ചരിയാണ്. തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരംഗിണിയാണ്. വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് നദോന്നതയാണ്. മക്കൾ ഒന്നുകൂടെ, കിളിപ്പാട്ട്, സത്യത്തിൽ കിളിപ്പാട്ടിന് ഒരുപാട് വൃത്തങ്ങളുണ്ട് എങ്കിലും കേക കിളിപ്പാട്ട് വൃത്തമായി നമ്മൾ പറയാറുണ്ട്. അപ്പൊ കേകയാണ് കിളിപ്പാട്ട് വൃത്തം, ഗാഥാവൃത്തം മഞ്ചരിയാണ്, തുള്ളൽ വൃത്തം തരംഗിണിയാണ്, വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നതയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി വെക്കാം നമുക്ക്. ഗാഥാ പ്രസ്ഥാനത്തിൽ ആദ്യം ഉണ്ടായ കൃതി എന്ന് പറയുന്നത് ഏതാണ്? കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥ. ഈ ഗാഥ എന്ന വാക്കിന് പാട്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഗാഥ എന്ന വാക്കിന് അർത്ഥം എന്താ?
പാട്ട് എന്നാണ്. കൃഷ്ണഗാഥ എന്ന് പറയുമ്പോൾ കൃഷ്ണപാട്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സെറ്റ് അല്ലേ? ഇനി അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായി ഓർത്ത് വെക്കുക, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി അതാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. ഓക്കെ അല്ലേ? അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. ഇനി ആദ്യത്തെ തുള്ളൽ കൃതി ചോദിച്ചാലോ? ആദ്യത്തെ തുള്ളൽ കൃതി. ആദ്യത്തെ തുള്ളൽ കൃതി അതാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ. കല്യാണ സൗഗന്ധികം തുള്ളൽ. കല്യാണ സൗഗന്ധികം തുള്ളൽ. ഓക്കെ അല്ലേ? ഇനി വഞ്ചിപ്പാട്ട് നമുക്കറിയാം അല്ലെ? രാമപുരത്ത് വരിയുടെ എന്താണ് കുചേലവൃത്തം, വഞ്ചിപ്പാട്ടൊക്കെ തന്നെ നമുക്കറിയാം മക്കളെ. അപ്പോൾ ഇവിടെ ആദ്യകാല കൃതികൾ എഴുത്തുകാരെന്ന് പറയുന്ന ഒരു ഭാഗവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സെക്ഷൻസ് ഒക്കെ തന്നെ നമ്മുടെ മുമ്പേ ആദ്യകാല കൃതികൾ, എഴുത്തുകാർ കൃതികൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക, ക്ലാസ്സുകൾ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ഇനി മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം ഏതാണ്? ഞാൻ കഴിഞ്ഞ നമ്മുടെ ഈ എക്സാമിന് തൊട്ട് തലേദിവസം അല്ലെ, നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് റിവിഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഉറപ്പായിട്ടും സിനിമയ്ക്കകത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും. അത് ഈ പറഞ്ഞതുപോലെ ആദ്യകാല സിനിമകളെ കുറിച്ച് തന്നെ ആവാനാണ് സാധ്യത എന്ന് ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. എന്റെ പ്രഡിക്ഷൻ ഒട്ടും തന്നെ തെറ്റിക്കാതെ അതേപോലെ തന്നെ വന്നൊരു ചോദ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം എന്നുള്ളത് അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം നമുക്കറിയാം. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? വിഗതകുമാരനാണ്. നിശബ്ദം എന്ന് പറയുമ്പോൾ ശബ്ദമില്ലാത്തത്. ഓക്കെ, ഒന്ന് നോക്കി വെച്ചേ. മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമായിരുന്നു ഏതാ? വിഗതകുമാരൻ. ഓക്കെ അല്ലെ? ഈ വിഗതകുമാരൻ സംവിധാനം ചെയ്തത് JC ഡാനിയേൽ ആണ്. ആരാണ്? JC ഡാനിയേൽ ആണ്. ഈ JC ഡാനിയലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമുണ്ട്. അദ്ദേഹത്തെ എന്തെന്നാ നമ്മൾ പറയാ? JC ഡാനിയലിനെ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കുക? മലയാള സിനിമയുടെ പിതാവ് അല്ലെ? മലയാള സിനിമയുടെ പിതാവ്. 1928 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. വിഗതകുമാരൻ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് 1928 നിങ്ങൾ ഇവിടെ ഈ സൈഡിൽ കാണുന്നത് JC ഡാനിയലിന്റെ ചിത്രമാണ്. ഇതാണ് അതിലെ നായികയായ PK റോസി. നായികയായതാരാണ്? PK റോസി. ഓക്കെ അല്ലെ? നായികയായതാരാ? PK റോസി. ക്ലിയർ അല്ലടാ? ഇനി ഈ ചിത്രം ക്യാപിറ്റോൾ സിനിമാസ് എന്ന തിയേറ്ററിൽ താൽക്കാലിക സ്റ്റുഡിയോയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രദർശിപ്പിക്കുന്നത്. ഇനി ഈ പറയുന്ന വിഗതകുമാരന്റെ കഥ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു സിനിമയായിരുന്നു സെല്ലുലോയിഡ്. ഓക്കെ അല്ലെ? സെല്ലുലോയിഡ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് സെല്ലുലോയിഡ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ്? കമലാണ്. സെല്ലുലോയിഡ് സംവിധാനം ചെയ്ത ആരായിരുന്നു? കമൽ അല്ലെ? കമൽ. അപ്പൊ ഇതും എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെച്ചോണം. നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ വളരെ മനോഹരമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ് നമുക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഒന്ന് ജസ്റ്റ് നോക്കുക. സിനിമയെ കുറിച്ചുള്ള ചരിത്രവും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി അതിന്റെ അടുത്തൊരു ഭാഗം കൂടെ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. തിരക്കുകൊണ്ടാണ് ചെയ്യാത്തത്. ഓക്കെ, ഉറപ്പായും വരുന്ന ദിവസങ്ങൾ അതിന്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ശ്രദ്ധിച്ചേ, മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമായിരുന്നു മാർത്താണ്ഡവർമ്മ. ഇതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണ്. മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങുന്നത് 1933 ഓക്കെ അല്ലെ? ഇത് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന PV റാവു. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതി അതുപോലെ തന്നെ ആദ്യ നോവൽ എന്നീ നിലകളിൽ ശ്രദ്ധേയമാണ് മാർത്താണ്ഡവർമ്മ. നമുക്കറിയാം മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ള. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായി എന്നാണ് എന്തിനെ വിളിക്കുക? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയെ വിശേഷിപ്പിക്കുന്നത്. ഓർത്തു വയ്ക്കുക, മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായി എന്നാണ് എന്തിനെ വിശേഷിപ്പിക്കുന്നത്? മാർത്താണ്ഡവർമ്മയെ വിശേഷിപ്പിക്കുന്നത്. മക്കളെ അപ്പൊ ഇമ്പോർട്ടന്റ് അല്ലേ? ആ പോയിന്റ് പഠിച്ചു വെച്ചൂടെ? ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതി. ഇത് തന്നെയുള്ള ഒരു 2 ആഴ്ച മുമ്പ് PSC സെയിം ചോദ്യം ചോദിച്ചു. അതായത് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചു 2025-26 വർഷങ്ങളിൽ സിനിമ അത്രമേൽ പ്രധാനമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. സോ മസ്റ്റ് പഠിച്ചു വെച്ചോണം. ക്ലിയർ അല്ലേ? ഇനി മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമായിരുന്നു ബാലൻ ശബ്ദിക്കുന്നുണ്ടായിരുന്നു അല്ലെ? ബാലൻ 1938 പുറത്തിറങ്ങുന്നത്. സംവിധാനം ചെയ്ത ആരാണ്? RS നൊട്ടാണി അല്ലെങ്കിൽ നെട്ടാണി എന്ന് ഓർത്തു വയ്ക്കാം. നമുക്ക് നൊട്ടാണി എന്ന് എഴുതുന്നു. RS നൊട്ടാണി. ഓക്കെ അല്ല? അപ്പൊ 1938 ആദ്യത്തെ ശബ്ദ ചിത്രം വരുന്നു. ഇനി അവിടെ ഒരു ചോദ്യം വരും, ഈ ശബ്ദ ചിത്രത്തിൽ ശബ്ദം കൊടുത്തത് ആരാണ്? അത് ആലപ്പി വിൻസെന്റ് ആണ് ഇതിന് ശബ്ദം കൊടുത്തത്. ആലപ്പി വിൻസെന്റ്.
ഓക്കെ അല്ലെ? എന്നാൽ ചലച്ചിത്രമാകുന്ന നാലാമത്തെ അല്ലെ ചലച്ചിത്ര അല്ലെങ്കിൽ മലയാളത്തിലെ നാലാമത്തെ ചലച്ചിത്രം അതാണ് ജ്ഞാനാംബിക. ജ്ഞാനാംബിക അല്ലെ? ജ്ഞാനാംബിക 1940 സെയിം RS നൊട്ടാണി തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അങ്ങനെ മലയാളത്തിലെ ആദ്യകാല സിനിമകൾ വരുന്നു. ഇനി ഈ ചോദ്യം ഒന്ന് നോക്കിയാൽ ഞാൻ ഇപ്പൊ പറഞ്ഞൊരു ചോദ്യമായിരുന്നു. അതായത് എന്താണ് നമ്മുടെ ശബ്ദം നൽകിയത് അല്ലെ? ഇത് നോക്കിയേ 68/2025 ഞാൻ ഈ പറഞ്ഞ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം നോക്കിയേ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ ഏത് എന്നുള്ളത് അല്ലെ? നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 38-ലാണ്. ശബ്ദചിത്രമായിരുന്നോ വിഗതകുമാരൻ? അല്ല, അവിടെ വരേണ്ട ഏതാണ്? ബാലനാണ്. സോ ഇത് തെറ്റാണ്. ഇനി ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരന് ശബ്ദം നൽകിയത്. വിഗതകുമാരനാണോ അദ്ദേഹം ശബ്ദം നൽകിയത്? ഇല്ല, ബാലനായിരുന്നു ശബ്ദം നൽകിയത് അല്ലെ? ബാലൻ എന്ന ചിത്രത്തിനായിരുന്നു ശബ്ദം നൽകിയത്. മക്കളെ കണ്ടോ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ എത്രയോ ചോദ്യങ്ങളൊക്കെ സ്ഥിരം ഞാൻ പറഞ്ഞു തരുന്ന ഒരു ചോദ്യമാണ്. സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചു വെച്ചോണം. ഇനി ഇത് നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ ചോദ്യം ബാലൻ, ഇതും ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. ഇനി നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ചെമ്മീനുണ്ട്, കണ്ടം വെച്ച കോട്ടുണ്ട്, ബാലൻ ഉണ്ട്, നീലക്കുയിലുണ്ട്. ഒരു സംശയം വേണ്ട, കണ്ടം വെച്ച കോട്ട. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാടാ? കണ്ടം വെച്ച കോട്ട. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാ? കണ്ടം വെച്ച കോട്ട. ഒന്നുകൂടെ, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാ? കണ്ടം വെച്ച കോട്ട. ഇനി ഇവിടെ നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് മൂവി അതാണ് ന്യൂസ് പേപ്പർ ബോയ്. ഓക്കെ അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രമായിരുന്നു ഏതാണ്? ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയുന്നത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രമായിരുന്നു പടയോട്ടം. ഏതാണ്? പടയോട്ടം. 70mm ചിത്രം ഏതാ? പടയോട്ടം. ഇനി ആദ്യത്തെ 3D ചിത്രം അതായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. എങ്ങനെയാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഓക്കെ അല്ലെ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അപ്പൊ ഇതും ഓർത്ത് വെച്ചോണം. എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. ഇനി മലയാളത്തിൽ മാത്രമല്ല, ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് ഒരു കാർട്ടൂൺ കഥാപാത്രം വരുന്നത് അല്ലെ? കാർട്ടൂൺ കഥാപാത്രം വരുന്നത് ഫാബിയാണ്. ഫാബി. നമ്മൾ പറഞ്ഞു ആദ്യത്തെ കളർ ചിത്രം ഇവിടെ പറഞ്ഞു, അതാണ് കണ്ടം വെച്ച കോട്ട്. എന്നാൽ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു ജീവിത നൗക അല്ലെ? അപ്പൊ ഇത് ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചോളാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അഡീഷണൽ ആയിട്ട് ഞാൻ ഈ തന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. സ്കിപ്പ് ചെയ്യരുത്. ഇനി നോക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമ. ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമ. ആദ്യ ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമ ഏതായിരുന്നു? നീലക്കുയിലാണ്. നീലക്കുയിൽ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ 1954 ലഭിക്കുന്നു. ഓക്കെ അല്ലെ? 1954 രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ. അതാണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം. ഈ നീലക്കുയിൽ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് രാമു കാര്യാട്ട്. ഓക്കെ അല്ലെ? ഇത് നോക്കിയേ, കെട്ടുവെള്ളത്തിന്റെ മീശയുമായിട്ടിരിക്കുന്ന കക്ഷി തന്നെയാണ് ഇതിന്റെ ആള്, രാമു കാര്യാട്ട. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് നീലക്കുയിലെ രാമു കാര്യാട്ട മാത്രമായിരുന്നില്ല, ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്, പി ഭാസ്കരൻ. അദ്ദേഹം തന്നെയാണ് അതിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കായലരികത്ത് ബലയെറിഞ്ഞപ്പോ ബളകിലിക്കിയ സുന്ദരി അല്ലെ? ആ പറയുന്ന ഗാനം, കായലരികത്ത് എന്ന് പറയുന്ന ഗാനം ആരുടെയാണ്? പി ഭാസ്കരന്റേതാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സംവിധാനം ജോഡി ഉണ്ടാകുന്നത് ഇവിടെയാണ്. ഓക്കെ അല്ലെ? അത് രണ്ടുപേർ തരുന്നത് സംവിധാനം ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രപതിയുടെ സുവർണ മെഡൽ, ഓക്കെ അല്ലെ? രാഷ്ട്രപതിയുടെ സുവർണ മെഡൽ നേടുന്ന ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ്. വർഷം 1965 സംവിധാനം ആര് തന്നെയായിരുന്നു? രാമു കാര്യാട്ട. ഓക്കെ അല്ലെ? സംവിധാനം ആരാണ്? രാമു കാര്യാട്ട. തിരക്കഥ എഴുതിയത് SL പുരം സദാനന്ദൻ. ഓക്കെ അല്ലെ? SL പുരം സദാനന്ദൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചിരിക്കുക.
ഇനി അടുത്ത സെയിം ചോദ്യപേപ്പറിൽ, നമ്മുടെ ചോദ്യപേപ്പറിൽ വന്ന അടുത്ത ചോദ്യമാണ്, മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അവിടെ ഓപ്ഷനിലെ കഴുത്തും ഇശലും വാൽക്കമ്പിയും അതുപോലെ വാലുമ്മക്കമ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഒറ്റ ഉത്തരമേ ഉള്ളത് ഇശലാണ്, അല്ലെ? ഇശൽ. നമ്മൾ ആ ഒരു പദം എപ്പോഴും കേൾക്കുന്നതാണ്, ഈ പ്രത്യേകിച്ച് അറബി പാട്ട് അല്ലെങ്കിൽ മാപ്പിള പാട്ടുകളുമായി ബന്ധപ്പെട്ടും ഒപ്പനയും അതുപോലെ തന്നെ ദഫ്മുട്ട് തുടങ്ങിയുള്ള കലാരൂപങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എപ്പോഴും ആ പേര് കേൾക്കുന്നതാണ് ഇശൽ. ഇശൽ, ഇശൽ. സെറ്റല്ലടാ? അപ്പൊ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് ഇശൽ എന്ന പേരിലാണ്. ഞാൻ ഈ പറയുന്ന ദഫ്മുട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഒരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് ആരാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ? പേര് പറയുക, കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഒന്നുകൂടെ, കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന, അതായത് മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദഫ്മുട്ട് എന്ന കലാരൂപത്തെ ജനകീയമാക്കിയ കലാകാരനാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മക്കളെ, എങ്ങനെയാണ്? മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും ഒതുങ്ങി നിന്നിരുന്ന ദഫ്മുട്ടിനെ ജനകീയമാക്കിയ കലാകാരനാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് പുറമെ 1983 ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്നും പ്രത്യേക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മക്കളെ, പേര് വിട്ടുപോകില്ലല്ലോ, കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പോൾ ദഫ്മുട്ട് എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉറപ്പായും പഠിച്ചു വെക്കേണ്ട ഒരു പേരാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. സംഭവം സെറ്റല്ലടാ? പൊളിയല്ലേ? മുന്നോട്ട് പോകുന്നു. ഇനി കായിക മേഖലയുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണിത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? എനിക്ക് ഈ ചോദ്യം കാണുമ്പോൾ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, മക്കളെ, ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സിലും എന്തിന് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ കായിക താരങ്ങളും അവരുടെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ പഠിച്ച സമയത്ത്, നമ്മുടെ ചാനൽ തന്നെ നമ്മൾ പഠിച്ച സമയത്ത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു സച്ചിന് മുമ്പ് ആ മനുഷ്യൻ എന്തായിരുന്നു എന്ന്. സച്ചിന്റെ മുമ്പും ശേഷവും ഒക്കെ ആ മനുഷ്യൻ വലിയ റോൾ ഉണ്ടെങ്കിലും നമ്മൾ സച്ചിന് മുമ്പ് നമ്മൾ കണ്ട ഇതിഹാസമായിരുന്നു ആരാ? സുനിൽ ഗവാസ്കർ. ഓക്കെ അല്ലേ? ഇതാണ് കക്ഷിയുടെ പേര്. ക്ഷമിക്കുക, ഇതാണ് കക്ഷിയുടെ പേര്. അവിടെ ഓപ്ഷനിൽ രവിശാസ്ത്രി ഉണ്ട്, സുനിൽ ഗവാസ്കർ ഉണ്ട്, ദിലീപ് വാങ്സർക്കർ ഉണ്ട്, സൗരവ് ഗാംഗുലി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതാ. അപ്പൊ കായികത്തിന്റെ ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടുവെക്കുക കേട്ടോ. ഇനി നോക്കിയേ, അവിടെ സുനിൽ ഗവാസ്കർ, ഇദ്ദേഹമാണ് താരം. എനിക്കൊന്ന് ഇദ്ദേഹത്തെ കൂടുതൽ പേർക്കും പരിചിതമായുള്ളത് ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇദ്ദേഹം കമന്റ് പറയാനും അതുപോലെ ഇന്റർവ്യൂസ് എടുക്കാനും ഒക്കെ വരുന്നത് കാണുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ, നമ്മൾക്ക് അങ്ങനെയാണ് പരിചയമുള്ളത്. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ഒരു പക്കാ ലെജൻഡ് തന്നെയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അതിൽ PSC സ്ഥിരം ചോദിക്കുന്നതാണ് സണ്ണി ഡേയ്സ്. സണ്ണി ഡേയ്സ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. ആത്മകഥ ഏതാ? സണ്ണി ഡേയ്സ്. ഓക്കെ അല്ലെ? അപ്പൊ സണ്ണി ഡേയ്സ് ആരുടെ ആത്മകഥയാണ്? സുനിൽ ഗവാസ്കറിന്റെ ആത്മകഥ. ഒന്നുകൂടെ, സുനിൽ ഗവാസ്കറിന്റെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റണം. അതാണ് ഏറ്റവും ടാസ്ക്. സ്കോർ ചെയ്യാൻ പറ്റിയേ പറ്റൂ. ഓക്കെ അല്ലെ? അപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? അത് സണ്ണി ഡേയ്സ് എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് വൺ ഡേ വണ്ടേഴ്സ്. വൺ ഡേ വണ്ടേഴ്സ്. ഓക്കെ അല്ലെ? അപ്പൊ വൺ ഡേ വണ്ടേഴ്സും ആരുടെ തന്നെയാണ്? സുനിൽ ഗവാസ്കറിന്റെ ആണ്. അതുപോലെ തന്നെ ഐഡൽസ് എന്ന കൃതിയും ആരുടെ തന്നെയാണ്? സുനിൽ ഗവാസ്കറിന്റേതാണ്. ഇവയൊക്കെ തന്നെ ഒന്ന് നോക്കി വെക്കുക. ഉറപ്പായിട്ടും സുനിൽ ഗവാസ്കർ ചോദ്യമായി വരും. ഇപ്പൊ ഞാനിവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സച്ചിനെ കുറിച്ചും കോഹ്ലിയെ കുറിച്ചും ഒക്കെ ഉള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷനുകൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ട് വെക്കുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് വളരെ ബോറായി പോകും. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു തക്ബുർണി എന്ന് പറയുന്നത്, അല്ലെ? തക്ബുർണി. ഓക്കെ അല്ലെ? നോവലിന്റെ പേര് ഏതാ? തക്ബുർണി. ഓക്കെ, നോവലിന്റെ പേര് ഏതാണ്? തക്ബുർണി. അപ്പൊ ഈ തക്ബുർണി എന്ന് പറയുന്നത് എന്താണ്? സമകാലിക നോവലാണ്. ഈ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ്, അല്ലെ? വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് തക്ബുർണി എന്ന് പറയുന്നത്. തക്ബുർണിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഓർമ്മയില് തുക്ബുർണി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. തുക്ബുർണി അല്ല, തക്ബുർണിയാണ്. ഓക്കെ, നോവൽ തക്ബുർണി, തക്ബുർണി. ഓക്കെ, തക്ബുർണി എഴുതിയിട്ടുള്ളത് ആർ രാജശ്രീ ആണ് ഓപ്ഷനിൽ. വന്ദനയുണ്ട്, ബിനോയ് തോമസ് ഉണ്ട്, എസ് ഹരീഷ് ഉണ്ട്. നമുക്ക് സംശയമൊന്നും വേണ്ട, വന്ദനയാണ്. അപ്പൊ നമ്മൾ ഇതിൽ എസ് ഹരീഷ് കാണുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് അതൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഒരു ചിന്ത ഉണ്ടാവുക, മാർക്ക് ചെയ്യാനുള്ള ഒരു ചിന്ത ഉണ്ടാവുക. എസ് ഹരീഷ് വരുമ്പോ മാർക്ക് ചെയ്യേണ്ട. ഈ തക്ബുർണി എന്ന് പറയുന്നത് ഒരു അറബിക് വാക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ തക്ബുർണി എന്ന് പറയുന്നത് ഒരു അറബിക് വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം എന്നെ നീ നിന്റെ ഹൃദയത്തിൽ അടക്കം ചെയ്യുക എന്നുള്ളതാണ്. എന്നെ നീ നിന്റെ ഹൃദയത്തിൽ അടക്കം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും മനോഹരമായ ഒരു പ്രണയകാവ്യമാണ് സത്യത്തിൽ തക്ബുർണി എന്ന് പറയുന്നത്.
മലയാളക്കര ഇനി അങ്ങോട്ട് ആഘോഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ബുക്കാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ബിലാലും മുന്നയും. ആരൊക്കെ കഥാപാത്രങ്ങൾ? ബിലാല്, മുന്ന. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ജിന്നും മലക്കും എന്ന് പഠിച്ചാലും മതി. ബിലാലും മുന്നയുമാണ് അതിലെ കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പോ ഈ ബുക്ക് എന്തുകൊണ്ട് PSC? ഞാൻ പറഞ്ഞില്ലേ അവിടെ ഏറ്റവും പ്രധാനം ആ പേര് തന്നെയാണ്. മറ്റൊന്ന് അത് ആ ഒരു പേര് ആസ്വാദകരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ചർച്ച, ഇതൊക്കെ തന്നെയാണ് ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി. എന്റെ പോയിന്റ് ഇതാണ്. ഞാൻ മുമ്പും പറഞ്ഞു, ഞാൻ മുമ്പും പറയുന്നു, ഇപ്പോഴും പറയുന്നു. ഇതാണ് PSCയുടെ രീതി. ഉറപ്പായും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും PSC ചോദിക്കും. സോ ഒരു പുതിയ ബുക്ക് ഇറങ്ങുന്ന സമയത്ത് അത് അത്യാവശ്യം ചർച്ച ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പുരസ്കാരങ്ങൾ നേടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ആ പുസ്തകങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റില്ലേ, സർ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഏതെങ്കിലും സാറിന് അറിയാമോ? ചില പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാണ് S ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു. പട്ടുനൂൽപ്പുഴു പട്ടുനൂൽപ്പുഴു സത്യത്തിൽ പട്ടുനൂൽപ്പുഴു ആ ഒരു പുസ്തകം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ബുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്. കാരണം S ഹരീഷിന്റെ ആയതുകൊണ്ട്. കാരണം ഹരീഷ് കണ്ടോ, ഹരീഷ് ഓപ്ഷനിലുണ്ട്. ഹരീഷ് എന്തുണ്ട്? ഓപ്ഷനിലുണ്ട്. S ഹരീഷ്. ഇനി ഓപ്ഷനിലുള്ള മറ്റൊരാളാണ് R രാജശ്രീ. R രാജശ്രീ. അങ്ങനെയെങ്കിൽ R രാജശ്രീയുടെ ബുക്ക് ഏതാണ്? അത് ആത്രേയകമാണ്. ഈ ആത്രേയകം R രാജശ്രീയുടെ ഏറ്റവും മനോഹരമായ ബുക്കുകൾ എന്നാണ് ഉറപ്പായും PSC ചോദിക്കുന്ന ചോദ്യം. മക്കളതെ കണ്ടില്ലേ, ഇവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഓപ്ഷനിൽ R രാജശ്രീ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളിവിടെ പഠിക്കണം. ഇനി മറ്റു ചില പുസ്തകങ്ങളിലേക്ക് നമുക്ക് വരാം. അതിലൊന്നാണ് നിമ്ന വിജയുടെ ഒരു കൃതി അല്ലെ. നിമ്ന വിജയ്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ബുക്കിന് ശേഷം നിമ്ന എഴുതുന്ന മറ്റൊരു ബുക്കാണ് എന്താണ് നനയുവാൻ ഞാൻ കടലാകുന്നു എന്നുള്ളത്. നനയുവാൻ ഞാൻ കടലാകുന്നു. അപ്പൊ അത് ഉറപ്പായും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ബുക്കാണ്, നിമ്ന വിജയുടെ ബുക്കാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് മരണവംശം. മരണവംശം അത് PV ഷാജികുമാറിന്റെ ബുക്കാണ്. PV ഷാജികുമാർ. PV ഷാജികുമാർ. ഇനി TD രാമകൃഷ്ണന്റെ TD രാമകൃഷ്ണന്റെ TD രാമകൃഷ്ണന്റെ TD രാമകൃഷ്ണന്റെ കൃതി അതാണ് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ളത്. ഇനി ഒരു ഇന്ത്യൻ മുസൽമാന്റെ കാശി യാത്ര, അത് PP ഷാനവാസിന്റേതാണ്. ഒരു ഇന്ത്യൻ മുസൽമാന്റെ കാശി യാത്ര, PP ഷാനവാസ്. ഇനി നമുക്കറിയാം ജോസഫ് അന്നംകുട്ടി ജോസ് അല്ലെ. ജോസഫ് അന്നംകുട്ടി ജോസ്. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ പുസ്തകമാണ് ദൈവത്തിന്റെ ചാരന്മാർ എന്നുള്ളത്. ദൈവത്തിന്റെ ചാരന്മാർ. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ബുക്കാണ് കേട്ടോ, അത് ഓർത്തു വെച്ചോണം. ഇനി തനിയൊരുവൾ, ഇതും ഒരു നോവലാണ്. തനിയൊരുവൾ, അത് സുമി പ്രശാന്തിന്റേതാണ്. സുമി പ്രശാന്തിന്റെ കൃതിയാണ് തനിയൊരുവൾ. സുമി പ്രശാന്തിന്റെ കൃതിയാണ് ഇതാ തനിയൊരുവൾ എന്നത്. അപ്പൊ അതും ചോദ്യ വിഷയമാക്കാവുന്ന, PSC ചോദിക്കാവുന്ന ഒരു ബുക്കാണ് തനിയൊരുവൾ എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരിക്കൽ, N മോഹന്റെ കൃതിയാണ് ഒരിക്കൽ. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലത് വരട്ടെ. കേട്ടിട്ടുള്ള ഒരു വാചകമാണ്. പ്രത്യേകിച്ച് ഈ യൂട്യൂബും സോഷ്യൽ മീഡിയകളൊക്കെ തന്നെ ആഘോഷിച്ച ഒരു വാചകമാണ്. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലത് വരട്ടെ എന്നുള്ളത്. ലളിതാംബിക അന്തർജനത്തിന്റെ മകൻ കൂടിയായുള്ള N മോഹൻ എഴുതിയ കൃതിയാണ് ഒരിക്കൽ. അപ്പൊ ഇവയൊക്കെ തന്നെ, ഇനി റാം കെയർ ഓഫ് ആനന്ദി ഉണ്ട്, അഖിൽ P ധർമ്മജന്റെ. അപ്പൊ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അതിൽ കുറച്ച് പുസ്തകങ്ങൾ ഞാൻ എടുത്തു തന്നു എന്ന് മാത്രം. അപ്പൊ ഉറപ്പായിട്ടും ഈ പുസ്തകങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മാത്രമേ ചോദിക്കൂ എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവ ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. സെറ്റ് അല്ലടാ? ഓർത്തു വെക്കാലോ നമുക്ക്. മുന്നോട്ട് പോകുന്നു. ഇനി ഈ ഭാഗത്ത് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മലയാള ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മലയാള ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ പദം എന്ന് നോക്കണം നമുക്ക്. മലയാള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ശരിയായ പദത്തിലേക്ക് നമുക്ക് വരണം. ഇതിൽ ഏതാണ് ശരിയായ പദം? ഇവിടെ ശരിയായ പദം B ആണ്. അതായത് അധിരഥൻ എഴുതുന്നത് ഇങ്ങനെയാണ്, അധിരഥൻ. അധിരഥൻ. എപ്പോഴും ഓർത്തു വെക്കുക, ചില പര്യായ പദങ്ങൾ ചില ശരിയായ പദങ്ങൾ, പര്യായ പദങ്ങൾ, വിപരീത പദങ്ങൾ, ഇവയൊക്കെ തന്നെ PSC റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ് അധിരഥൻ. അധിരഥൻ എനിക്കൊന്ന് ഈ വർഷം തന്നെ രണ്ടാമത്തെ തവണയാണ് ഈ ചോദ്യം വരുന്നത്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഒക്കെ തന്നെ അധിരഥൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ നോക്കി നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഞാൻ തരാം. അതിൽ ഏറ്റവും കൂടുതൽ ഒരു 2021-22 കാലത്ത് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചൊരു വാക്കാണ് അതിഥി എന്നുള്ള വാക്ക്. തിഥി നോക്കാതെ വരുന്നവൻ എന്ന അർത്ഥത്തിലാണ് അതിഥി എന്നുള്ള പദം പ്രയോഗിക്കുക. ഇതാണ് അതിഥി, ശരിയായ പദം അതിഥി. ഇനി അനാച്ഛാദനം എന്ന വാക്ക്, ആച്ഛാദനം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അനാച്ഛാദനം. അനാച്ഛാദനം എന്നാൽ തുറക്കുക, ആച്ഛാദനം മൂടി വെക്കുക. അനാച്ഛാദനം തുറക്കുക, ആച്ഛാദനം മൂടി വെക്കുക.
ഇനി അതുപോലൊരു വാക്കാണ് അനന്തരവൻ. നമ്മൾ പലപ്പോഴും പലവരും എഴുതുന്നതും പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അനന്തിരവൻ എന്ന്. ഇങ്ങനെ ഇത് എഴുതരുത്, തെറ്റാണ്. അനന്തിരവൻ തെറ്റായൊരു വാക്കാണ്. ഇനി അതുപോലെ തന്നെ അസ്തമയം, പലരും അസ്തമനം എന്ന് എഴുതുന്നുണ്ട്. അസ്തമനം, ഇങ്ങനെ അസ്തമനം, അല്ലെ? അതും തെറ്റാണ്, എഴുതരുത്, തെറ്റാണ്. അസ്തമനമല്ല, അസ്തമയം ശരി. ഇനി അഭ്യസ്ത വിദ്യൻ. അഭ്യസ്ത വിദ്യൻ 2024-ലും 2023-ലും ചോദിച്ചിരുന്നു. അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ, ഈ പദം ഇതാണ് ശരി. അഭ്യസ്ത വിദ്യൻ ഏതാ വാക്ക്? അഭ്യസ്ത വിദ്യൻ. ക്ലിയർ അല്ലേ? ഇനി ആധ്യാത്മികം. ആധ്യാത്മികം അതായത് ഘോഷ, മൃദു, ദാക്കൾ ഒരുമിച്ച് വേണം. ക്ലിയർ അല്ലേ? ആധ്യാത്മികം, അല്ലാതെ ഇങ്ങനെ എഴുതിയാ പോരാ, ഇത് തെറ്റാണ്. ആധ്യാത്മികം, ഇതാണ് ശരി. ഇനി ആനപ്പിണ്ടം, ഇതാണ് ആനപ്പിണ്ടം എന്ന വാക്ക്. ആനപിണ്ടം ഒരു പാ മാത്രമായിട്ട് എഴുതില്ല, നായിണ്ടായി ചെണ്ടയുടെ ഇണ്ട എഴുതില്ല, ഇതാണ് ശരി. ആനപ്പിണ്ടം, സെറ്റ് അല്ലേ? ഇനി ഐഹികം. ഐഹികം പലരും ഐഹീകം എന്ന് എഴുതാറുണ്ട്, ദീർഘം കൊടുത്ത്. ഐഹികം, അത് തെറ്റാ, ഇതാ ശരി. ഐഹികം, ഐഹികം. ഐച്ഛികം, ഷായും ചായും അല്ലെ, ഇങ്ങനെയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്, തെറ്റ്. ഐച്ഛികം, ഇതാണ് ശരി. ഐച്ഛികം, ഇച്ഛയ്ക്കനുസരിച്ച്, അല്ലെ? ഇനി കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠ, ഈ നിഷ്ഠ എന്നുള്ള വാക്ക് ഇതാണ്, അല്ലാതെ നിഷ്ഠ ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇത് തെറ്റാ. നിഷ്ഠ ഇതാ ശരി. ഓക്കെ. ഇനി ഛർദി. ഛർദി നമ്മൾ പലപ്പോഴും സാധാരണ ചായ എഴുതാറുള്ളത്, അതല്ല, അല്ലെ? ധികര ശബ്ദമാണ് ഛർദി. ദെൻ ഇളനീര്. പലപ്പോഴും ഇളനീര് എന്ന് എഴുതുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ എഴുതുക, ഇളനീര്. എന്തായാലും തെറ്റാ, ഇളനീർ, ഇതാണ് ശരി. ഇളനീര്. ഓക്കെ. ഇനി എഞ്ചുവടി. പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എഞ്ചുപടി, എഞ്ചുപടി എന്ന്. എഞ്ചുപടിയല്ല, എഞ്ചുവടി, എഞ്ചുവടി, അങ്ങനെ തന്നെയാണ്. ഓക്കെ. ഇനി ഐതിഹ്യം എന്ന വാക്ക്. ഐതിഹ്യം എന്തല്ല, ഐതിഹ്യമല്ല. നമ്മൾ പൊതുവെ ചെയ്യുന്നതാണ് ഐതിഹ്യം. ഈ വാക്ക് എഴുതും, ഐതിഹ്യം, അല്ലെ? തെറ്റാ, ഐതിഹ്യം. കൈയക്ഷരം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഐ കഴിഞ്ഞ യാ വരുമ്പോൾ യാ എന്ത് ചെയ്യില്ല, ഇരട്ടിക്കില്ല. ഓക്കെ അല്ലെ? കല്യാണം. ഞാൻ എല്ലാ ക്ലാസ്സിലും സ്ഥിരമായി പറയുന്ന ഒരു ചോദ്യം, അല്ലെ? ഞാൻ എല്ലാ ക്ലാസ്സിലും സ്ഥിരമായി പറയുന്ന ഒരു ചോദ്യമാണ് കല്യാണം. ലാ ഇരട്ടിക്കില്ല, അല്ലെ? കല്യാണം എന്ന വാക്കില് ലാ ഇരട്ടിക്കണ്ട. ഇനി ഗീതഗോവിന്ദം. ഗീതഗോവിന്ദം ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗീതാ ഗോവിന്ദം, ഇതല്ല. ഗീതാ ഗോവിന്ദം, അല്ലെ? ഇതല്ല, ഇത് തെറ്റ്. ഇത് മറ്റേ നമ്മുടെ വിജയ് ദേവരക്കൊണ്ടയും സ്മൃതി എന്താണ്, അയ്യോ, രശ്മിക, രശ്മിക, അല്ലെ? രശ്മിക മന്ദാനിയും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ നിൻകെ നിൻകെ ചാലേ സകലെ, അല്ലെ? അതാണ്. അപ്പൊ ഗീതാ ഗോവിന്ദം അല്ല, ഗീതഗോവിന്ദം, ഇതാണ് ശരി. ജയദേവൻ എഴുതിയത് ഗീതഗോവിന്ദമാണ്. ഗീതഗോവിന്ദം, ദീർഘമില്ല. ശബ്ദതാരാവലി, ഇതാണ് ശബ്ദതാരാവലി. ശബ്ദതാരാവലി, ശബ്ദതാരാവലി, ധാരാവലി അല്ല, ശബ്ദതാരാവലി. ഇനി സാരഥി. സാരഥി, ഇതാണ് ശരി. സാരഥി, സാരഥി. ബലിഷ്ടം, ഇതാണ് ശരി. ബലിയിഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, തെറ്റ്, ഇതാണ് ശരി. പ്രദക്ഷിണം. പ്രദക്ഷിണം തെറ്റ്. പ്രദക്ഷിണം, പ്രദക്ഷിണം. ഓക്കെ അല്ലടാ? ഓക്കെ ആണോ? എഴുതാൻ പറ്റുന്നില്ലേ? ക്ഷമിക്കാം, മറ്റു ബുദ്ധിമുട്ടില്ലല്ലോ മക്കളെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഈ വാക്കുകൾ ഒന്നുകൂടെ പറഞ്ഞു വരാം. അതിഥി, അനാച്ഛാദനം, അനന്തരവൻ, അസ്തമയം, അഭ്യസ്ത വിദ്യൻ, ആധ്യാത്മികം, ആനപ്പിണ്ടം, ഐഹികം, ഐശികം, കൃത്യനിഷ്ഠ, ഛർദി, ഇളനീർ, എഞ്ചുവടി, ഐതിഹ്യം, കയ്യക്ഷരം, കല്യാണം, ഗീതഗോവിന്ദം, ശബ്ദധാരാവലി, സാരഥി, ബലിഷ്ടം, പ്രദക്ഷിണം. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഈ ചോദ്യം നോക്കിയേ. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? അത് ഉപസംഹാരമാണ്. ഞാൻ ഈ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഉപക്രമം എന്ന വാക്കിന്റെ വിപരീതമാണ് ഉപസംഹാരം, അല്ലെങ്കിൽ ഉപസംഹാരം, ഉപക്രമം. ഓർത്തു വെച്ചോണം. അല്ലാതെ ഉപമമോ വിപ്രമമോ ക്രമമോ ഒന്നുമല്ല. കറക്റ്റ് ഉത്തരം എന്താണ്? ഉപസംഹാരം എന്നതാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓർത്തു വെച്ചോണം, ഉപസംഹാരമാണ് അതിന്റെ വിപരീതമായി വരുന്ന പദം. ഓക്കെ. അപ്പൊ കുറച്ച് പദങ്ങൾ, അതിന്റെ വിപരീത പദങ്ങളും നമുക്കൊന്ന് നോക്കി വരാം മക്കളെ. അതിൽ ആദ്യത്തേത് ഉഗ്രം എന്ന പദമാണ്. ഉഗ്രം, ഉഗ്രം, ഉഗ്രം. നോക്കിക്കോണം. അതായത് ഞാൻ ഇതിന്റെ അകത്ത് പ്രധാനമായും ഈ ഉ എന്ന ശബ്ദത്തിൽ വരുന്ന കുറച്ച് പദങ്ങളും അതിന്റെ വിപരീത പദങ്ങളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പദങ്ങൾ മാത്രം. ഓക്കെ, ശരി. നോക്കാം നമുക്ക്. ഉഗ്രം എന്ന പദത്തിന്റെ വിപരീതമാണ് ശാന്തം. പലപ്പോഴും PSC ചോദ്യം ചോദിക്കാറുണ്ട് ഉഗ്രം. ഉഗ്രത്തിന്റെ വിപരീതമായിട്ട് അത്യുഗ്രം, അല്ലെ? അത്യുഗ്രം. ഇനി ന ഉഗ്രം,
ഉഗ്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ശാന്തത്തിന് വിപരീതമായിട്ട് അശാന്തം, നിശാന്തം, പ്രശാന്തം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും അല്ല ശരി. ഉഗ്രം, ശാന്തം അതാണ് നല്ലൊരു പദം. ഉചിതം, അനുചിതം നമുക്ക് അറിയുന്ന ഒരു പദം. ഉചിതം, അനുചിതം, ഉച്ചം, നീചം അല്ലെ? ഉച്ച നീചത്വങ്ങൾ ഓർത്താൽ മതി. ഉച്ചം, നീചം. ഉത്തരം, ദക്ഷിണം. ഉത്തരം, ദക്ഷിണം. ഇതേ ഉത്തരത്തിന് ചോദ്യം എന്ന ഒരു വിപരീതവുമുണ്ട്. തെറ്റില്ല. ഉത്തരം, ദക്ഷിണം. ഇനി ഉദയമാണെങ്കിലോ അസ്തമയം. ഉദയം വിപരീതം എന്താ? അസ്തമയം. ഉദയം വിപരീതം എന്താ? അസ്തമയം. ഉദാരനോ? ഉദാരൻ, കൃപണൻ. ഉദാരം, കൃപണൻ. ഉദാരൻ, കൃപണൻ. ഉദ്ഗ്രഥനം. ഉദ്ഗ്രഥനം വിപരീതമാണ് അപഗ്രഥനം. ഉഗ്രഥനം വിപരീതം എന്താ? അപഗ്രഥനം. ഉഗ്രഥനം വിപരീതം എന്താ? അപഗ്രഥനം. ഇനി ഉദ്ധതം. ഉദ്ധതം വിപരീതമാണ് സൗമ്യം. ഉദ്ധതം വിപരീതം എന്താ? സൗമ്യം. ഉദ്ധതം വിപരീതം സൗമ്യം. ഉന്മധ്യം, നതമധ്യം. ഉന്മധ്യം, നതമധ്യം. ഉന്മീലനം, നിമീലനം. ഉന്മീലനം, നിമീലനം. ഉന്മുഖൻ, അധോമുഖൻ. ഉന്മുഖൻ, അധോമുഖൻ. ഇനി ഉപകാരം എന്നാണ് വാക്കെങ്കിൽ അപകാരമെന്നും ഉപദ്രവമെന്നും രണ്ട് വിപരീത പദങ്ങൾ പറയാം നമുക്ക്. ഉപകാരം, അപകാരവും ഉപദ്രവവും. ഇനി ഉപേദം എന്നാണ് വാക്കെങ്കിൽ വിപരീതമാണ് അപേദം. ഉപേദം എന്ന വാക്കിന്റെ വിപരീതം എന്താ? അപേദം. ഉപക്രമമാണെങ്കിലോ ഉപസംഹാരം. ഈ ഉപക്രമമാണ് ഇവിടെ ചോദിച്ചത്. എന്റെ കാര്യം, എന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെറ്റില് ഞാൻ എന്റെ ക്ലാസ്സുകൾക്കകത്ത് പഠിപ്പിച്ച ചോദ്യമാണ് അല്ലെ? ഇതേ സെറ്റില് ഞാൻ എന്റെ ക്ലാസ്സുകൾക്കകത്ത് ഞാനിത് പഠിപ്പിച്ച ചോദ്യമാണ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൊ മസ്റ്റ് ആണ് ഈ ഭാഗം പഠിച്ചു വെച്ചോണം. ഉറപ്പായിട്ട് ഇനിയും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സോ ഈ നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ഈ എക്സാം കഴിഞ്ഞ കുട്ടികൾ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്, സാർ ഇന്ന ചോദ്യം വന്നു, ആ ചോദ്യം വന്നു, ഈ ചോദ്യം വന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി നോക്കിയേ, പൂവമ്പ. പൂവമ്പ എന്ന പദം പിരിച്ചെഴുതുക. ഞാൻ ഈ ഒരു ഭാഗം പറയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, സന്ധിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഞാൻ നമ്മുടെ ചാനലിന്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ സന്ധി കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന ചോദ്യം. ഇത് വരും വരും എന്നുള്ള ഞാൻ പറഞ്ഞത്. പൂവമ്പും പൂവമ്പനും ഒക്കെ തന്നെ ഞാൻ പറഞ്ഞതാ അല്ലെ? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, പൂവമ്പ. പൂവമ്പ. ഞാൻ അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ ആ റൂള്, അല്ലെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ സന്ധിയുടെ ക്ലാസ് ഒന്ന് കാണുക. ജസ്റ്റ് നോക്കുക. പൂവമ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്ന സമയത്ത് വ, യ, ന എന്നീ ഭാഗങ്ങൾ സന്ധിയിലുണ്ട് എങ്കിൽ, വായാണ് വരുന്നതെങ്കിൽ, സന്ധിയിൽ വരുന്നതെങ്കിൽ വാ ക്യാൻസൽ ചെയ്യുക അവിടെ. എന്നിട്ട് എന്ത് എഴുതണം? പ്ലസ് എഴുതുക. പ്ലസിന് ശേഷം ആ കൊടുക്കുക. കാരണം വാ തീരുന്ന ആയില്ലല്ലേ, ഇപ്പൊ പ്ലസിന് ശേഷം ആ കൊടുക്കുക. ഇനി വി ആണ് വരുന്നതെങ്കിലോ ക്യാൻസൽ ചെയ്യുക. പ്ലസിന് ശേഷം ഇ കൊടുക്കുക. വു ആണെങ്കിലോ ക്യാൻസൽ ചെയ്യുക. പ്ലസിന് ശേഷം ഉ കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഏതാണ്? വായല്ലേ. സോ ക്യാൻസൽ ചെയ്തു. പ്ലസിന് ശേഷം എന്ത് കൊടുത്തു? ആ കൊടുത്താൽ മതി. പൂവധിക അമ്പ. ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ പൂവ് അധികം അമ്പും ഉണ്ട്, പൂ അധികം അമ്പും ഉണ്ട്. എന്തുകൊണ്ട് പൂവ് അധികം അമ്പ് ആവില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു. സോ ചിന്ത വേണ്ട, ഇതാണ് പക്കാ ഉത്തരം. ഇനി ചില വാക്കുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, PSC സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. എന്താണ് അവൻ എന്ന പദം? അവൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം രീതിയിൽ എടുക്കുക. വാ വന്നു, വാ ക്യാൻസൽ ചെയ്തു, പ്ലസ് ഇട്ടു, പ്ലസിന് ശേഷം ആ കൊടുത്തു. അവൻ. ഇനി കണ്ടു എന്നുള്ള പദം. കണ്ടു സ്ഥിരമായി PSC ചോദിക്കുന്നുണ്ട്. കണ്ടു. നമുക്കറിയാം, ഇണ്ട എന്ന ശബ്ദം വരികയാണെങ്കിൽ, ഇണ്ട എന്ന ശബ്ദം വരുന്നെങ്കിൽ അത് രൂപം കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇൻ അധികം തായാണ്. ഇണ്ട. ഇൻ അധികം ത. ഇന്നധികം ത. തായ്ക്ക് പകരം അവിടെ ഡാ വന്നാണ് ഇത് രണ്ടും ചേർന്ന് എന്താകുന്നത്? ഇണ്ടയായി മാറുന്നത്. അപ്പോ കണ്ടു എന്നുള്ള പദം വരുമ്പോൾ ഇണ്ട വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഇൻ എന്നും ത എന്നും പിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ഉത്തരം എഴുതിയേ. കൺ പ്ലസ് ത, തു. കണ്ടോ? അപ്പൊ ഉണ്ടു എന്നാണെങ്കിലോ? ഉണ്ടു. ഉണ്ടു. ഉണ്ടു ക്യാൻസൽ ചെയ്യുന്നു. ഉൺ അധികം ത, അപ്പൊ തു അല്ലെ? ഉൺ അധികം തു. കണ്ടോ? ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാത്തത് ഈ സെയിം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീപ്പ് ആയിട്ട് ഞാൻ നമ്മുടെ സന്ധിയുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ആദേശസന്ധിയും ലോപസന്ധിയും അടങ്ങുന്ന ഒരു കുഞ്ഞു സെക്ഷൻ കൂടെ ഉണ്ട്. അത് നമ്മൾ വൈകാതെ ഞാനത് അപ്ലോഡ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിന്റെ അകത്ത് നമ്മുടെ ക്ലാസ് കൊണ്ട് ഉപകാരപ്പെടുന്ന 2-3 കുട്ടികളേ ഉള്ളൂ, മതി സന്തോഷം. ജോലി കിട്ടുന്നവർ 2-3 പേരേ ഉള്ളൂ, സന്തോഷം. പക്ഷെ ഉറപ്പായും അവർക്ക് വേണ്ടി ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ ക്ലാസ്സുകൾ തരും. നിങ്ങൾ പഠിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾക്കറിയാം ദാ വെച്ചിട്ട് അല്ലെ, ദാ വെച്ചിട്ട് ഒരു ശബ്ദം ചെയ്യുന്നതും, അതുപോലെ തന്നെ ഗായും ങ്ങായും ന്യായും ഒക്കെ തന്നെ ഞാൻ എന്റെ ക്ലാസ്സുകൾ സ്ഥിരം പറഞ്ഞു തരാറുണ്ട്. സോ സ്കിപ്പ് ചെയ്യരുത്. ഈ ഭാഗം നന്നായി തന്നെ പഠിച്ചു വെക്കണം, നന്നായി പഠിച്ചു വെക്കണം. മുന്നോട്ട് പോകുന്നു. ഇനി ചോദ്യം നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതാണ്? സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഇവിടെ ഓപ്ഷൻ നോക്കിയേ. നങ്ങ്യാരുണ്ട്. നങ്ങ്യാർ.
തപസ്യയുണ്ട്, കൈമളുണ്ട്, അതുപോലെ തന്നെ സഞ്ചാരിയുണ്ട്. അല്ലെ? കൊള്ളാം, നല്ല പദങ്ങളാണ് അല്ലെ? നമുക്കറിയാം ഇവിടെ സ്ത്രീലിംഗ പദമായി വരുന്ന ഏതാണ്? നങ്ങ്യാരാണ്. സ്ത്രീലിംഗ പദം ഏതാ? നങ്ങ്യാർ. നമുക്കറിയാം നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യാർ. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഏതാണ്? നങ്ങ്യാർ. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ സർ ചാക്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാ? അത് ഇല്ലോടമ്മ, 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 ഇല്ലോടമ്മ. സെറ്റ് അല്ലേ? അപ്പൊ പദങ്ങൾ കുറച്ചൊന്ന് നമുക്ക് നോക്കി വരാം. അതിൽ നമ്മൾ ഏതൊക്കെ പദങ്ങളുണ്ട്? കൈമളുണ്ട്, കൈമളുണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്? തപസ്യയുണ്ട് അല്ലെ? തപസി, തപസി, തപസി. ഒരു കാര്യം ചെയ്യട്ടെ, ഞാനൊരു ചോദ്യം തരട്ടെ. ഈ സഞ്ചാരി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ഒന്ന് താഴെ കമന്റ് ചെയ്തേ. ഞാൻ ഉത്തരം ഇവിടെ കമന്റിൽ ഇട്ടേക്കാം. ഒന്ന് ഉത്തരം കമന്റ് ചെയ്ത് സഞ്ചാരി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താ? ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേ. കൈമൾ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് കുഞ്ഞമ്മ. കൈമൾ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താ? കുഞ്ഞമ്മ. മക്കളെ, കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ കൊച്ചുജനാണ് അതിന്റെ പുല്ലിംഗം എന്ന് കരുതി കളയരുത്. കൈമളാണ് കുഞ്ഞമ്മ. കൈമൾ, കുഞ്ഞമ്മ. വാക്ക് സെറ്റ് അല്ലേ? ഇനി തപസ്സി എന്നാണ് വാക്കെങ്കിൽ തപസ്സി സ്ത്രീലിംഗമാണ് തപസ്സിനി. വാക്കേതാ? തപസ്സിനി. ഒന്നുള്ള വാക്കേതാണ്? തപസ്സിനി. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ എഴുതുകയാണ്. ഓക്കെ. തപസ്സി, തപസ്വിനി. സെറ്റ് അല്ലേ? കൈമൾ കുഞ്ഞമ്മ, തപസ്സി, തപസ്സിനി. നേതാവ്, നേതാവ്. പുല്ലിംഗം അവസാനിക്കുന്ന താവിലാണെങ്കിൽ മെജോറിറ്റി സ്ത്രീലിംഗ പദങ്ങളും എന്തായി മാറും? സ്ത്രീ ആയി മാറും. സോ നേത്രി. നേതാവ് സ്ത്രീലിംഗം ഏതാണ്? നേത്രി. ഒന്നുകൂടെ, നേതാവ് സ്ത്രീലിംഗം ഏതാ? നേത്രി. ഒന്നുകൂടെ, നേതാവ് സ്ത്രീലിംഗം ഏതാ? നേത്രി. സെറ്റ് അല്ലടാ? നേതാവ്, നേത്രി, നേതാവ്, നേത്രി. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, അഭിനേതാവ്, അഭിനേതാവ്, അഭിനേതാവ്. കണ്ടോ? അഭിനേതാവ്, അഭിനേത്രി, അഭിനേത്രി, അഭിനേത്രി. ക്ഷേപ്താവ്, ക്ഷേപ്താവ്, ക്ഷേത്രി, ക്ഷേത്രി. കമിതാവ്, കമിതാവ്, കമിത്രി, കമിത്രി. ഓക്കെ അല്ലെ? ഇനി അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ക്ഷമിതാവ്, ക്ഷമിതാവ് എന്തായിരിക്കും? ക്ഷമിത്രി. നൈസ് പരിപാടിയല്ലേ? ഇനി സ്ഥിരമായി ചോദിക്കുന്ന ഒരു വാക്കാണ് ഏകാഗി എന്ന വാക്ക്. ഏതാണ്? ഏകാഗി എന്ന വാക്ക്. ഏകാഗി എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് ഏകാകിനി എന്നുള്ള വാക്ക്. ഏകാഗി, ഏകാകിനി, ഏകാഗി, ഏകാകിനി. ഇനി നായകൻ എന്ന വാക്ക്. ഇത് പലപ്പോഴും PSC ചോദിക്കാറുണ്ട് അല്ലെ? നായകൻ. അപ്പൊ നമ്മൾ പലപ്പോഴും നായകി എന്നാ പറയുക. നായിക തെറ്റ, നായിക, നായിക. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക ഉണ്ടല്ലോ, വേണ്ട, നായിക, അതാണ് ശരി. ഏകാഗി, ഏകാകിനി. ഓക്കെ അല്ലെ? ഏകാഗി, ഏകാകിനി. നായകൻ, നായികി. പ്രഭു, 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 പ്രഭി, പ്രഭു, പ്രഭി, പ്രഭു, പ്രഭി. സഖാവ്, സഖാവ്, സഖി, സഖാവ്, സഖി. അപ്പോ ഇത്തരത്തിൽ എതിർലിംഗ പദങ്ങൾ ഉറപ്പായും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സത്യത്തിൽ എതിർലിംഗ പദങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഗുണമാണ് നമുക്ക്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും 1 മാർക്ക് ധൈര്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. സോ സ്ത്രീലിംഗ പദങ്ങൾ പഠിച്ചു വെച്ചോണം. ഇനി ഈ ചോദ്യം നോക്കിയേ. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം. ഒന്നുകൂടെ, മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏത് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ ഹിമമുണ്ട്, നീഹാരമുണ്ട്, തൂലവും തുകിനവും ഉണ്ട്. നമുക്കറിയാം ഹിമവും നീഹാരവും തുകിനവും ഒക്കെ എന്ത് തന്നെയാണ്? മഞ്ഞ് തന്നെയാണ്. എന്നാൽ തൂലം എന്തല്ല? മഞ്ഞല്ല. തൂലം എന്തല്ല? മഞ്ഞല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തൂലം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് അറിയണ്ടേ? തൂലം എന്ന വാക്കിന് പ്രധാനമായും നമ്മൾ പറയുന്ന ഒരു അർത്ഥമാണ് പഞ്ഞി എന്ന പദം. പഞ്ഞി. അതുപോലെ തന്നെ ആകാശം, വായു എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളൊക്കെ തന്നെ തൂലത്തിന് പറയും. എങ്കിലും തൂലം പ്രധാനമായും നമ്മൾ പറയുന്നത് പഞ്ഞി എന്ന പദമാണ്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? മുന്നോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ നോക്കി വന്നാലോ? പ്രധാനമായും PSC 2025 വന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. അതിൽ ചോദ്യങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നില്ല, കാരണം ചോദ്യങ്ങളായിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. പകരം കുറച്ച് വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിലൊന്നാണ് ആകാശം. ആകാശത്തിന് സ്ഥിരമായി ചോദിക്കുന്ന പര്യായങ്ങളാണ് വാനം, ഗഗനം, അമ്പരം, വ്യോമം, മുഖം, ദ്യോവ്, വിഹായസ്. പറഞ്ഞ ഏതൊക്കെയാണ്? വാനം, ഗഗനം, അമ്പരം, വ്യോമം, അഭ്രം, ദ്യോവ്, വിഹായസ്. മക്കളെ ഒന്ന് പറഞ്ഞു എന്നതിനോടൊപ്പം. വാനം, ഗഗനം, അമ്പരം, വ്യോമം, അഭ്രം, ദ്യോവ്, വിഹായസ്. ഇനി ആന എന്ന വാക്കിന്റെ പര്യായങ്ങളാണ് ഗജം, കരി, ഹസ്തി, ദന്തി, ദ്യുപം,
കുഞ്ചരം. ഒന്നുകൂടെ, ഗജം, കരി, ഹസ്തി, ദന്തി, ദ്വിപം, കുഞ്ചരം. അതുപോലെ തന്നെ വാരണം എന്ന വാക്കിന് അർത്ഥം എന്ത് തന്നെയാണ്? ആന എന്ന് തന്നെയാണ് അല്ലെ? ഒന്നുകൂടെ, അപ്പൊ ഏതൊക്കെയാണ്? ഗജം, കരി, ഹസ്തി, ദന്തി, ദ്വിപം, കുഞ്ചരം, വാരണം. ഓക്കെ അല്ലെ? മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വാക്കുകൾ, കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. അതും നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? അതും ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക. ഏത് വാക്കെന്ന് എഴുതുക, അതിന് നേരെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് കമന്റ് ബോക്സും അത് ആ ലെവലിൽ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റണം. ഓക്കെ. ഇനി ചന്ദനം, ചന്ദനം, മാലേയം, പാടീരം, ഗന്ധസാരം, മലയജം. ഒന്നുകൂടെ, മാലേയം, പാടീരം, ഗന്ധസാരം, മലയജം. ഒന്നുകൂടെ, മാലേയം, പാടീരം, ഗന്ധസാരം, മലയജം. ഇനി ഒട്ടകം, ഒട്ടകം. ഓക്കെ. ഉഷ്ട്രം, കണ്ടോലം അല്ലെ, കാണ്ടോലം, കാണ്ടോലം, തരഭം, തരഭകം, ഗ്രീവി, മഹാംഗം, ദീർഘാംഗം, മഹാഗളം, ഗളം കഴുത്ത് അല്ലെ. ഒന്നുകൂടെ, ഉഷ്ട്രം, ഉഷ്ട്രം അല്ലെ, ഉഷ്ട്രം, ഉഷ്ട്രം, കാണ്ടോലം, തരഭം, തരഭകം, ഗ്രീവി, മഹാംഗം, ദീർഘാംഗം, മഹാഗളം. ഓക്കെ അല്ലെ? ഇനി തത്ത, ശുഗം, കീരം, ശാരിക, പൈങ്കിളി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അതിനെ. ഓക്കെ. തത്ത എന്തൊക്കെയാണ്? ശുഗം, കീരം, ശാരിക. ഇനി തലയാണെങ്കിലോ? ശീർഷം, ശിരസ്, മസ്തകം, ഉത്തമാംഗം. ഓക്കെ അല്ലെ? എന്തൊക്കെയാണ്? ശീർഷം, ശിരസ്, മസ്തകം, ഉത്തമാംഗം. ഇനി കടന്നൽ, ഇതാണ് ഓർത്തു വെക്കേണ്ട പദമാണ് ഗണ്ടോലി. എന്താണ്? ഗണ്ടോലി. ഗണ്ടോലി എന്നും ഗണ്ടോളി എന്നും പറയാറുണ്ട്. ഗണ്ടോലി എന്നും ഗണ്ടോളി എന്നും പറയാറുണ്ട്. വരട, ആണ് വരടി, അതും പ്രധാനമാണ്. വരട പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ ഈ പറഞ്ഞ ഓരോ വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്തോണം? പര്യായ പദം എന്നൊരു ഭാഗത്ത് പഠിച്ചു വെക്കുക. ഉറപ്പായും നമുക്ക് ഒരു മാർക്ക് ഇതിന്റെ അകത്തുനിന്ന് കിട്ടൂടാ. പഠിച്ചു വെച്ചോണം. ഇനിയും കിട്ടുന്ന വാക്കുകൾ പഠിക്കണം കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും കിട്ടുന്ന വാക്കുകൾ പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? തൂലമായിരുന്നു. തൂലം. ഓക്കെ അല്ലെ? ശരി, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ എന്തല്ല ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത്? സത്യത്തിൽ ഈ ഒരു ചോദ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഓപ്ഷനിലെ വൈദ്യരും, പണിക്കരും, ശൂദ്രരും, മിടുക്കരും ഉണ്ട്. എനിക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വന്ന ഒരു കുഞ്ഞ് കൺഫ്യൂഷൻ എന്നുള്ളത്, എങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം PSCക്ക് ചോദിക്കാൻ തോന്നിയത് എന്നുള്ളതാണ്. കാരണം ആ ചോദ്യത്തിൽ ഒരുപാട് എന്താണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. കാരണം അവിടെ എന്താണ് അത് അത് ആ ചോദ്യത്തിന് തെറ്റില്ല. പക്ഷെ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് ക്രമീകരിച്ചതിൽ അത് അത്ര നല്ലൊരു ക്രമീകരണമായിരുന്നില്ല എന്നതാണ് എന്റെ അഭിപ്രായം. കാരണം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അതിൽ ഒരു പദം, ഇതിന്റെ അകത്തൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, ഇതിന്റെ അകത്ത് വൈദ്യർ എന്താണ്? പൂജക ബഹുജനാണ്. നമുക്കറിയാം, ഒരു വൈദ്യം പഠിച്ച ആളെ നമ്മൾ വൈദ്യർ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി പണിക്കർ, ഈ പറയുന്ന ജ്യോതിഷമൊക്കെ നോക്കുന്ന ആൾക്കാരെ നമ്മൾ പണിക്കർ എന്ന് വിളിക്കുന്നുണ്ട്. പക്ക. ഓക്കെ. ശൂദ്രർ എന്ന് പറയുന്നത് എന്തല്ല, അതൊരു പൂജക ശബ്ദമല്ല. ആക്ച്വലി അതൊരു നോർമൽ ബഹുവചന ശബ്ദമാണ്. ശൂദ്രൻ എന്ന പദത്തിന്റെ ബഹുവചന ശബ്ദം അലിംഗ ബഹുവചനമാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ PSC ഉത്തരം കൊടുക്കാൻ സാധ്യതയും, അതുപോലെ എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ആൻസർ കീ അല്ലെ, നിങ്ങൾ കണ്ടു കാണും. പ്രൊഫഷണൽ ആൻസർ കീയിലും ഒരു മിടുക്കരാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ മിടുക്കർ എന്ന പദം കൊടുക്കുന്നത് അത് ശരി. കാരണം ശൂദ്രൻ എന്ന പദം നിൽക്കെ മിടുക്കർ എന്ന പദം എന്ത് തന്നെയാണ്? ബഹുവചനം തന്നെയാണ്. പക്ഷെ ശൂദ്രൻ എന്ന പദം നിൽക്കെ അത് കൊടുക്കുന്നത് ശരിയല്ല. അത് മാത്രമല്ല, ശൂദ്രർ അല്ലെങ്കിൽ ശൂദ്രർ എന്ന് പറയുന്ന പദം ഇത് ഉപയോഗിക്കുന്നതിനോടും എനിക്ക് വലിയ യോജിപ്പില്ല. അത് മറ്റൊരു പക്ഷം. ഞാൻ ആ വശത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ആ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അതങ്ങനെ തന്നെ ഞാൻ പറയും. ഓക്കെ. അത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പിന്നൊരു അവസരത്തിൽ നമ്മൾ ഉറപ്പായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ മുന്നോട്ട് വരുന്നു. അവിടെ എന്ത് നമ്മൾ അറിയണം? ഈ വാക്കുകൾ അറിയണം. ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്റെ സഹധർമ്മിണി എന്നെ ഒന്ന് നോക്കിയിട്ട് പോവാണ്. ആള് കണ്ണൂരിട്ടിട്ട് പോവാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ദേശത്ത് നിലനിൽക്കുന്നതിന് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിന്റെ വക്കിലാണ് നമ്മളായിരിക്കുന്നത് അല്ലെ? മക്കളെ, വീണ്ടും ഞാനൊന്ന് പറയാം. ഇപ്പോഴും ഞാൻ പറയും, എനിക്ക് ജീവനോടത്തോളം കാലം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. കൂടെ നിൽക്കുന്നവൻ സഹജീവിയാണ്, എന്നെപ്പോലൊരു ജീവനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവൻ മനുഷ്യനല്ല. വീണ്ടും ഞാൻ പറയും, തൊട്ടടുത്ത് നിൽക്കുന്നവൻ എന്നെപ്പോലുള്ള, അതായത് എനിക്ക് തൊട്ടടുത്ത് നിൽക്കുന്നത് എന്നെപ്പോലൊരു സാധാരണ ജീവിയാണെന്നും, എന്നെപ്പോലെ ജീവനും, എന്നെപ്പോലെ വേദനയും, എന്നെപ്പോലെ രക്തവും മജ്ജയും മാംസവും ഒക്കെ ഉള്ള ഒരു സാധാരണ ജീവനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് മനുഷ്യനല്ല. ഓക്കെ അല്ലെ? അവൻ മൃഗത്തെക്കാൾ മോശം. ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ക്ലിയർ അല്ലെ? വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തു നിൽപ്പോർ അനുചര നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരന്റെ പേരിൽ എന്തു പറഞ്ഞാലും
അത് ശരിയാവില്ല. ഉള്ളൂര് പറഞ്ഞതുപോലെ അരൂപനായ ഈശ്വരന്റെ പേരും പറഞ്ഞ് സാധാരണ ആൾക്കാരുടെ മെക്കിട്ട് കയറുന്നത് ഒരിക്കലും എന്തല്ല ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. ഓക്കെ അല്ലെ? ഓർത്തു വെക്കാം. അടുത്തു നിൽപ്പോർ അനുസര നോക്കാൻ അക്ഷകളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ ഇതിലെന്താ ആശ്ചര്യം? തൊട്ടടുത്ത് നിൽക്കുന്ന സഹജീവിയിലെ ഈശ്വരത്വത്തെ കാണാൻ കഴിയാത്തവൻ എവിടെ പോയി ഈശ്വരനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എത്രയൊക്കെ തന്നെ ഈശ്വരന്റെ നാമം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരന്റെ നാമം വിളിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ മെക്കിട്ട് കുതിര കയറുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാനും പറ്റത്തുമില്ല. ക്ലിയർ അല്ലേ? ശരി, ഇവിടെ എന്റെ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക്, ഇവിടെ മിടുക്കർ എന്ന പദമായിരിക്കും PSC ഉത്തരം. ഞാനും ആ പദം എടുക്കുന്നുണ്ട്. ഓക്കെ, എന്റെ പോയിന്റിലേക്ക്. നമുക്കറിയാം ബഹുവചനം. വചനത്തെ നമ്മൾ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു. ഏകവചനമെന്നും ഏകവചനമെന്നും അതുപോലെ തന്നെ എന്താണ് ബഹുവചനമെന്നും. ഈ വചനവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരു സെക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വചനത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാം. സോ മസ്റ്റ് ആയിട്ട് ഒന്ന് കണ്ടിരിക്കുക, പഠിച്ചിരിക്കുക. ഇതിൽ ബഹുവചനത്തെ നമ്മൾ മൂന്നായി തിരിക്കും. അതിൽ ആദ്യത്തേതാണ് സലിംഗ ബഹുവചനം, രണ്ടാമത്തേത് അലിംഗ ബഹുവചനം, മൂന്നാമത്തേത് പൂജക ബഹുവചനം. മക്കളെ, ഇതിൽ സലിംഗ ബഹുവചനവും അലിംഗ ബഹുവചനവും നോർമൽ ബഹുവചനം തന്നെയാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. പക്ഷെ പൂജക ബഹുവചനം അതല്ല. ഒരാൾക്ക് ബഹുമാന സൂചകമായി കൊടുക്കുന്ന ശബ്ദമാണ്, ആദര സൂചകമായി കൊടുക്കുന്ന ശബ്ദം ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക, ഈ പൂജക ബഹുവചനങ്ങൾ എപ്പോഴും ഒരാളെ ഉള്ളൂ. സോ അത് ഏകവചനമായിരിക്കും. ഓക്കെ അല്ലെ? പൂജക ബഹുവചനം എന്തായിരിക്കും? അതെപ്പോഴും ഏകവചനമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, സാർ ശൂദ്രനെ കുറിച്ച്, ശൂദ്രൻ എന്ന വാക്കിനെ കുറിച്ച് സാർ പറഞ്ഞത് അത് മുമ്പ് KS ചോദിച്ചൊരു ചോദ്യം കൂടിയായിരുന്നു. ശൂദ്രൻ എന്ന പദം അതൊരു എന്താണ് നോർമൽ ബഹുവചന ശബ്ദമാണ്, അലിംഗ ബഹുവചനമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഉറപ്പായിട്ട് ഇത് ചിലപ്പോൾ മറ്റു ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് അവിടെ നിർത്തുകയാണ്. പക്ഷെ ഇവിടെ എന്റെ പോയിന്റ് ശ്രദ്ധിക്കുക. പൂജക ബഹുവചനം ഒരു ഏകവചന ശബ്ദമായിരിക്കും. ഓർത്തു വെച്ചോണം, പൂജകം ഒരാൾക്ക് ബഹുമാന സൂചകമായി ആദര സൂചകമായി കൊടുക്കുന്ന ഒരു ശബ്ദമാണ്. അത് ഒരാൾക്ക് കൊടുക്കുന്നതിലടാ, ഒരാൾക്ക്. അപ്പൊ അത് ഏകവചന ശബ്ദം. ഗുരുക്കൾ, സംഭവം കേൾക്കുമ്പോ പൂജക ബഹുവചനം, പക്ഷെ ആൾ ഒരാളല്ലേ ഉള്ളൂ, ഏകവചനമാണ്. ഇനി അതുപോലെ തന്നെ സ്വാമികൾ, അവർകൾ, അല്ലെ, താങ്കൾ എന്നൊക്കെ പദങ്ങൾ പറയുന്ന സമയത്ത് അതിലൊക്കെ എന്ത് തന്നെയാണ് ഈ പറയുന്ന കാര്യം ഓർത്തു വെച്ചോണം. ഇനി 2025 PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിൽ വന്ന ചില വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു പത്രാധിപർ എന്ന പദം. പത്രാധിപർ, ന്യായാധിപർ, ഭീഷ്മർ, ദ്രോണർ എന്നീ പദങ്ങളൊക്കെ എന്താണ് എപ്പോഴും പൂജക ശബ്ദമായിരിക്കും. ഓർത്തു വെച്ചോണം. ഒരാളെ ഉള്ളുവെങ്കിലും അയാളുടെ സ്ഥാനത്തിന് ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ആ പദം. ദ്രോണൻ ദ്രോണറാകുന്നു, ഭീഷ്മൻ ഭീഷ്മറാകുന്നു, പത്രാധിപൻ പത്രാധിപരാകുന്നു. അത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. സോ ആ ഒരു ടൈം ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, 97ാമത്തെ ചോദ്യമാണ് അമരം പിടിക്കുക. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതെന്നാണ്? അമരം പിടിക്കുക, ശരിയായി പിടിക്കുക, വെളിച്ചമില്ലാതാക്കുക, വഴി കാണിക്കുക, കഠിന പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ? ഏതാണ് ശരിയായ ഉത്തരമെന്നാണ്? ശരിയായ ഉത്തരം ഏതാണ്? ഒന്നുകൂടെ, അമരം പിടിക്കുക എന്ന് പറയുമ്പോൾ അമരം നേതൃത്വം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ, അമരത്തിന്റെ അണിയത്തിന്റെ വിപരീതമാണ് അമരം. അപ്പോ PSC ചോദിക്കും, ഈ പറയുന്ന അമരം കൊടുക്കുക എന്ന് പറയുമ്പോൾ നേതൃത്വം കൊടുക്കുക. അമരത്ത് നിന്നു നമ്മൾ പറയില്ല, അമരത്ത് നിന്ന് ഒരു കാര്യത്തിന്റെ അമരത്ത് നിന്നു എന്ന് പറയുമ്പോൾ അവനാണ് മാർഗദർശി, വഴി കാണിക്കുന്നവൻ, വഴികാട്ടി. അല്ലെ? അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? വഴി കാണിക്കുക എന്നാ. അപ്പൊ ശരിയായ ഉത്തരം ഏതാ? വഴി കാണിക്കുക. അപ്പൊ 97ന്റെ ഉത്തരം എന്താണ്? C ആണ്. അപ്പൊ നമുക്കതിൽ ചില ശൈലികളൊന്നും നമുക്ക് പറഞ്ഞു വരാം. അതിൽ ആദ്യത്തേതാണ് പുരാണം പറയുക. ഞാൻ ഈ പറയുന്നതിനിടയിൽ ഒരുപാട് പുരാണം പറയുന്നുണ്ട്, അല്ലെ? അതായത് വ്യഥ, പഴങ്കഥ പറയാന്ന. പക്ഷെ ഞാൻ പറയുന്നത് വ്യഥ പറയുന്നതല്ല, അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ആഴവും പലപ്പും നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? അപ്പൊ പുരാണം പറയുക, വ്യഥ പറയുക, ചുമ്മാ പറയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഹരഹര ചൊല്ലിക്കുക. എന്താ ശൈലി? എന്താ? ഹരഹര ചൊല്ലിക്കുക. ഓർത്തു വെക്കുക, ഹരഹര ചൊല്ലിക്കുക. ഈ ഹരഹര ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് എന്താണ്? ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുക എന്നാ. വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നാ. ഓക്കെ അല്ലെ? കഷ്ടപ്പെടുത്തി. ഇനി അധരവ്യായാമം, വ്യർത്ഥമായ സംസാരം, അധരവ്യായാമം, അർത്ഥശൂന്യമായ സംസാരം, ഒരു പ്രയോജനമില്ല. നമ്മൾ ചിലർ പറയില്ലേ, ഇവിടെ ഉപദേശിക്കണം, നന്നാവില്ല, അങ്ങനെ പറയില്ലേ? അതാ സംഭവം. വ്യർത്ഥമായ സംസാരം, അർത്ഥശൂന്യമായ സംസാരം അതാ. ഇനി അമരക്കാരൻ, കണ്ടോ? നമ്മൾ ഇപ്പൊ പറഞ്ഞ പദം, ഇതൊക്കെ സ്ഥിരം പഠിപ്പിക്കുന്ന എന്റെ ചോദ്യങ്ങളാ. നോക്കിയേ, മാർഗദർശകൻ എന്നാണ് അർത്ഥം. അമരക്കാരൻ എന്താ? മാർഗദർശകൻ.
അരക്കൈ നോക്കുക. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് അരക്കൈ നോക്കുക, പരീക്ഷിക്കുക. ഓക്കെ അല്ലേ? ഇനി അരങ്ങേറ്റം, അരങ്ങേറം എന്നല്ല അരങ്ങേറ്റം. അരങ്ങേറ്റം ആദ്യ പ്രകടനം. ഓക്കെ അല്ലേ? ഇനി അരയും തലയും മുറുക്കുക, അരയും തലയും മുറുക്കുക, തയ്യാറാവുക. അവൻ അങ്ങോട്ട് അരയും തലയും മുറുക്കി ഇറങ്ങി അല്ലെ? എന്ന് പറയുമ്പോ എന്താണ്? തയ്യാറായി എന്നാ. ഇനി അലകും പിടിയും മാറുക, അലകും പിടിയും മാറുക. മക്കളെ ഇപ്പോൾ നിങ്ങളൊരു ഒരു കത്തി, നിങ്ങൾ കത്തി അറിയാലോ? കത്തി, ഈ കത്തിയല്ല, വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി. ഓക്കെ, അപ്പൊ അതിന്റെ പിടിയാണ് പിടി, പിടി എന്ന് പറയുന്ന സാധനം. ഇനി ആ മൂർച്ചയുള്ള ഭാഗമില്ല, അത് അലക് എന്ന് പറയുന്നത്. അപ്പൊ പിടിയുള്ള ഭാഗവും മാറ്റി, മൂർച്ചയുള്ള ഭാഗവും മാറ്റി, അത് മുഴുവനായിട്ട് മാറ്റി. അപ്പൊ പൂർണ്ണമായും മാറ്റുക, മുഴുവൻ പുതുക്കുക എന്നുള്ള അർത്ഥത്തിലാ. ദെൻ പഞ്ചായത്ത് പറയുക. പഞ്ചായത്ത് പറയുക എന്ന് പറയുമ്പോൾ മാധ്യസ്ഥം പറയുക എന്നാ. പഞ്ചായത്ത് പറയുക എന്ന് പറയുമ്പോൾ എന്താ? മാധ്യസ്ഥം പറയുക. ഇനി അലസി പിരിയുക. അലസി പിരിയുക എന്ന് പറയുമ്പോൾ തീരുമാനമാകാതെ പിരിയുക. അലസി പിരിയുക എന്ന് പറയുമ്പോൾ എന്താ? തീരുമാനം ആകാതെ പിരിയുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തു വയ്ക്കുക. പുരാണം പറയുക, വ്യഥാ പഴങ്കഥ പറയുക, ഹരഹര ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക, അധരവ്യായാമം, അർത്ഥശൂന്യമായ സംസാരം, അമരക്കാരൻ, മാർഗദർശകൻ, അരക്കൈ നോക്കുക, പരീക്ഷിക്കുക, അരങ്ങേറ്റം, ആദ്യ പ്രകടനം, അരയും തലയും മുറുക്കുക, തയ്യാറാവുക, അലകും പിടിയും മാറ്റുക, മുഴുവൻ പുതുക്കുക, പഞ്ചായത്ത് പറയുക, മാധ്യസ്ഥം പറയുക, ഇനി അലസി പിരിയുക, തീരുമാനമില്ലാതെ പിരിയുക. ഇനി നോക്കിയേ, കുടിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം ഏത് എന്നാണ് ചോദ്യം. എന്താണ്? കുടിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം. നമുക്കറിയാം കുടിക്കുവാനുള്ള ആഗ്രഹമാണ് പിപാസ. കുടിക്കുവാനുള്ള ആഗ്രഹം എന്താ? പിപാസ. പിപാസ അത് ആഗ്രഹമാണ്, കുടിക്കുവാനുള്ള ആഗ്രഹം. ഓക്കെ അല്ലെ? എങ്കിൽ കുടിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആരായിരിക്കും? പിപാസു. പിപാസു. അവിടെ ബുഭുക്ഷു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലെ? അപ്പൊ പിപാസനും ബുഭുക്ഷനും ഒക്കെ ഉണ്ട്. നമ്മളുടെ വാക്കിലേക്ക് നമ്മൾ വരുന്നത് പിപാസു ആണ്, പിപാസു. ഓക്കെ, അപ്പോ ചില ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ചില പര്യായപദങ്ങൾ നമുക്ക് പറഞ്ഞു വരാം. അതിൽ ആദ്യത്തേതാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒറ്റപ്പദങ്ങളാണ്. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, പഠിക്കുവാനുള്ള ആഗ്രഹം അല്ലെ? പഠിക്കുവാനുള്ള ആഗ്രഹമാണ് പിപഡിസ. പഠിക്കുവാനുള്ള ആഗ്രഹം എന്താ? പിപഡിസ. അതേസമയം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവനോ? അത് പിപഡിഷു. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവനാരാ? പിപഡിഷു. പിപഡിഷു. ഇനി കുടിക്കുവാനുള്ള ആഗ്രഹമാണെങ്കിലോ? അത് പിപാസയാണ്. കുടിക്കുവാനുള്ള ആഗ്രഹം എന്താ? പിപാസ. കുടിക്കുവാനുള്ള ആഗ്രഹം എന്താ? പിപാസ. അതേസമയം കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ? അത് പിപാസു ആണ്. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാരാ? പിപാസു. കാണുവാനുള്ള ആഗ്രഹമോ? ദിദൃക്ഷ. കാണുവാനുള്ള ആഗ്രഹം എന്താ? ദിദൃക്ഷ. ദിദൃക്ഷ. അതേസമയം കാണുവാൻ ആഗ്രഹിക്കുന്നവനോ? ദിദൃക്ഷു. കാണുവാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. ഇനി പറയുവാനുള്ള ആഗ്രഹമോ? വിവക്ഷ. പറയുവാനുള്ള ആഗ്രഹം എന്താ? വിവക്ഷ. അതേസമയം ഉയർച്ച ആഗ്രഹിക്കുന്നവനോ? ഉയർച്ച ആഗ്രഹിക്കുന്നവൻ അഭ്യുദയകാംക്ഷി അല്ലെ? അപ്പോ ഈ പദങ്ങൾ ഉറപ്പായും നമ്മുടെ പഠനത്തിനകത്ത് ഉണ്ടാവണം. കാരണം ഈ കാണുന്ന ഓരോ പദങ്ങളും ഇപ്പൊ സ്ഥിരമായി PSC ചോദിക്കുന്നുണ്ട്. സെറ്റ് അല്ലേ മക്കളെ? അധികം നീട്ടുന്നില്ല, അടുത്ത പദത്തിലേക്ക്. ഇവിടെ നോക്കിയേ, 10-15 എന്ന പദത്തെ എങ്ങനെ ഘടകപദമാക്കാം? ചോദ്യം ശ്രദ്ധിക്കാം. 10-15 എന്ന പദത്തെ എങ്ങനെ ഘടകപദമാക്കാം? അവന്റെ കയ്യിൽ 10-15 തേങ്ങയുണ്ട്, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ 10-15 പേനയുണ്ട് എന്ന് പറയുമ്പോൾ 10ഉം 15ഉം പേനയുണ്ടെന്നാണോ? എങ്കിൽ 25 എന്നായി പോയി. 15ൽ 10 എന്നാണോ? അല്ല, 10 അല്ലെങ്കിൽ 15 അത്രയും വേണ്ട അല്ലെ? 10ഓ 15ഓ പേനയുണ്ട്, ഇതാണ് ശരി അല്ലെ? അപ്പൊ 10ഓ 15ഓ, അതാണ് 10-15. 10ഓ 15ഓ. ഓക്കെ അല്ലെ? അപ്പോ അവിടെ ചില പദങ്ങൾ പറഞ്ഞു വരാം. ഇത് PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ശ്ലഷ്ണശിലാശില്പം. ശ്ലഷ്ണം എന്ന വാക്കിന് വെണ്ണക്കല്ല് എന്നാണ് അർത്ഥം. ഇങ്ങനെ കൊടുക്കാം നമുക്ക്, ശ്ലഷ്ണം. ഓക്കെ, ശ്ലഷ്ണം വെണ്ണക്കല്ല്. വെണ്ണക്കല്ല്. ഈ വെണ്ണക്കല്ലിൽ തീർത്ത ശില്പം എന്നാണ്. വെണ്ണക്കല്ലിൽ തീർത്ത ശില്പം എന്നാണ്. വെണ്ണക്കല്ലിൽ തീർത്ത ഒരു ശില്പം നിങ്ങൾക്ക് അറിയാം, ഏതാണ്? ലോകാത്ഭുതങ്ങളിലൊന്നായ നമ്മുടെ താജ്മഹൽ അല്ലെ? താജ്മഹൽ ശ്ലഷ്ണശിലാശില്പമാണ്. ഇനി അരവിന്ദവദനം. അരവിന്ദവദനം, അരവിന്ദം താമര, വദനം മുഖം, അരവിന്ദം പോലുള്ള മുഖം, താമര പോലുള്ള മുഖം അല്ലെ? ഉണ്ടോ? നമ്മൾ ആ പദം എടുക്കുന്നുണ്ടോ? ശ്ലഷ്ണശില വെണ്ണക്കല്ല് ആണ്, വെണ്ണക്കല്ല്. ആ വെണ്ണക്കല്ല് കൊണ്ടുള്ള ശ്ലഷ്ണശിലയാണ് വെണ്ണക്കല്ല്. ശ്ലഷ്ണശില എന്താണ്? വെണ്ണക്കല്ലാണ്, വെണ്ണക്കല്ല്. അപ്പൊ ശ്ലഷ്ണശില അല്ലെ? വെണ്ണക്കല്ല് കൊണ്ടുള്ള ശില്പം. അരവിന്ദവദനം, അരവിന്ദം താമര, വദനം മുഖം, അരവിന്ദം പോലുള്ള വദനം. കലാസൗന്ദര്യം അല്ലെ? കലയും സൗന്ദര്യം എന്ന് പറയോ? ഇല്ല, കലയുടെ സൗന്ദര്യം. മനുഷ്യനിർമ്മിതം, മനുഷ്യനാൽ നിർമ്മിതം. മനുഷ്യനിർമ്മിതം എന്താ? മനുഷ്യനാൽ നിർമ്മിതം.
മേളപ്പദം, മേളവും പദവും, മേളവും പദവും. പ്രകൃതി സൗന്ദര്യമോ, പ്രകൃതിയുടെ സൗന്ദര്യം. പ്രകൃതി സൗന്ദര്യം എന്താ? പ്രകൃതിയുടെ സൗന്ദര്യം സ്വർണവർണ്ണമരയന്നം, സ്വർണത്തിന്റെ വർണ്ണമുള്ള അരയന്നം, അല്ലെങ്കിൽ സ്വർണ്ണ വർണ്ണത്തിലുള്ള അരയന്നം. അത് സ്വർണത്തിന്റെ വർണ്ണത്തിലുള്ള അരയന്നം, അത് കുഴപ്പമില്ല അല്ലെ. യാത്രാക്കൂലി, യാത്ര ചെയ്യുന്നതിനുള്ള കൂലി, യാത്ര ചെയ്യുന്നതിനുള്ള കൂലി. നോക്കിയേ, ഇതൊക്കെ നല്ല ചോദ്യങ്ങളല്ലേ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകളൊന്നും തന്നത്. ഇനി ഒരു ഭാഗം കൂടെ നമുക്ക് പറഞ്ഞ് നമുക്ക് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യണം. നോക്കിയേ, ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ടിറ്റ് ഫോർ ടാറ്റ് എന്ന ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ളത് സ്ഥിരമായി നമ്മൾ പറയാറുള്ള ഒന്നാണ്. അതെ, അതായത് കൊടുക്കുന്നത് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക അല്ലെ. കിട്ടുന്നതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക. അടിപതറുക പറയില്ല, ചരട് പിടിക്കുക പറയില്ല, ചതുർത്ഥി കാണിക്കാതും പറയില്ല അല്ലെ. ഉരുളക്കുപ്പേരി കിട്ടുന്നതിന് അതിന് തക്കതായ മറുപടി ടിറ്റ് ഫോർ ടാറ്റ് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് ഇത്തരത്തിലുള്ള എന്താണ്, നമുക്ക് ട്രാൻസ്ലേഷൻസ് ഒന്ന് നോക്കി വരാം. നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് ടു പുൾ വൺസ് ലെഗ് എന്നുള്ളത് അല്ലെ. ടു പുൾ വൺസ് ലെഗ് എന്ന് പറയുന്നത് എന്താ? കാല് വാരുക, ചതിക്കുക, കാല് വാരുക. ടു പുൾ വൺസ് ലെഗ് എന്ന് പറയുന്നത് എന്താണ്? കാല് വാരുക. ഇനി ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് അല്ലെ. ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ്, അതുപോലെ ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കുക അല്ലെ. ഓക്കെ, ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് എന്ന് പറയുമ്പോൾ എന്താ? വെല്ലുവിളിക്കുക. ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് എന്ന് പറയുമ്പോൾ വെല്ലുവിളിക്കുക. ഇനി ഡബിൾ എഡ്ജഡ് അല്ലെ. ഡബിൾ എഡ്ജഡ് എന്ന് പറയുമ്പോൾ ഇരുതല മൂർച്ചയുള്ള, രണ്ട് ഭാഗവും മൂർച്ചയുള്ളത് അല്ലെ, ഇരുതല മൂർച്ചയുള്ള. അടുത്ത വാക്ക് ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ്. ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ്. ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? എനിക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രതീക്ഷയില്ല. അതേസമയം ഐ ഹാവ് എ ലിറ്റിൽ ഹോപ്പ് എന്നായിരുന്നെങ്കിൽ എനിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട് എന്നതാണ് അല്ലെ. ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് പ്രതീക്ഷയില്ല. ഇനി നോക്കിയേ, ക്രോക്കഡൈൽ ടിയേഴ്സ്. എത്രയോ തവണ PSC ചോദിച്ച ചോദ്യമാണ്. മുതലക്കണ്ണീർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. ഇപ്പോഴും ചോദിക്കുന്നു, ഇനിയും ചോദിക്കും അല്ലെ. ഇനി അടുത്തത് ദിസ് ഈസ് ദി സ്റ്റാൻഡിങ് ഓർഡർ അല്ലെ. ദിസ് ഈസ് ദി സ്റ്റാൻഡിങ് ഓർഡർ. ഇത് നിലവിലുള്ള ഉത്തരവാണ്. ദിസ് ഈസ് സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഇത് നിലവിലുള്ള ഉത്തരവാണ് എന്നുള്ളതാണ്. ഇനി നോക്കിയേ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദി റൈസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റൈസ്. ഒന്നുകൂടെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റൈസ്. പയ്യെ തിന്നാൽ പലയും തിന്നാം അല്ലെ. പതിയെ ചെയ്താൽ എന്തും കീഴടക്കാം എന്നുള്ളതാ അല്ലെ. ഇനി നോക്കിയേ, ഐ വെന്റ് ടു സീ ഹിം ഓഫ് അറ്റ് ദി എയർപോർട്ട്. ഒന്നുകൂടെ, ഐ വെന്റ് ടു സീ ഹിം ഓഫ് അറ്റ് ദി എയർപോർട്ട്. അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി. 2025 ജനുവരി മാസം PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അതല്ലാതെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓർത്ത് വയ്ക്കുക. ഇനി ഡബിൾ സ്റ്റാൻഡ് അല്ലെ. ഡബിൾ സ്റ്റാൻഡ്. അപ്പൊ ഇവിടെ എന്താണ്? ഡബിൾ എഡ്ജഡ് ഇരുതല മൂർച്ചയുള്ളതാണ്. ഇനി ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇരട്ടത്താപ്പാണ്. ഇനി where there is a will there is a way. വേണമെങ്കിൽ ചക്ക വെയിലും കായ്ക്കും. മക്കളെ, ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. where there is a will there is a way. ഓക്കെ അല്ലെ. അതായത് നമ്മുടെ മുമ്പിൽ PSC ഒരു വലിയൊരു എന്താണ്, അവസരങ്ങളുടെ ഒരു ചാകര നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നുണ്ട്. സോ ഈ ചാകര അത് നിങ്ങൾക്കുള്ളതാവണം. ഉറപ്പായും നിങ്ങൾക്ക് കഴിയും. നന്നായി പഠിക്കണം. വരുന്ന എക്സാംസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പായും ക്ലിയർ ചെയ്യുക. എത്രയും പെട്ടെന്നൊരു സർക്കാർ ഉദ്യോഗത്തിൽ കയറാൻ പറ്റട്ടെ അല്ലെ. സർവീശ്വരൻ അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ സെക്ഷൻസ് നമ്മൾ തുറന്ന് ചെയ്യണം എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷനും ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്ത് വെക്കാം. ഉറപ്പായും നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിക്കുന്നതാണ്. ഓക്കെ അല്ലെ. അപ്പോൾ ഉറപ്പായിട്ടൊരു നല്ല ദിവസം ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു.